ഖേടാഹ. അവിടെ എന്താണ്? സഗ്രഹർക്ഷം ആയി. ഇനി അടുത്തത് ശലാക. ശലാകാവേശം എന്ന് പറയും. വിശ്വേന്ദു. ഈ ശലാകാവേശം എന്ന് പറയുന്നത് 2 നക്ഷത്രത്തിന്റെ കൂട്ടത്തിലാണ് വരിക. ഓരോ ഇരട്ട നക്ഷത്രം വരും. വിശ്വേന്ദു. വിശ്വം എന്ന് പറഞ്ഞാല് ഉത്രാടം മകീര്യം. അത് നിങ്ങൾ മലയാളത്തിൽ എഴുതണം. ഉത്രാടം മകീര്യം. അഭിജിത് വിധി. അഭിജിത്ത് എന്ന് പറഞ്ഞാൽ അഭിജിത് നക്ഷത്രം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഗോവിന്ദാദ്യ ചതുഷ്ടയം വെച്ചാല് തിരുവോണത്തിന്റെ ആദ്യത്തെ ഉത്രാടത്തിന്റെ അവസാനത്തെ പാദവും തിരുവോണത്തിന്റെ ആദ്യത്തെ 4 നാഴികയും കൂടിയാണെന്ന് പറയുന്നത് അഭിജിത്ത് ഒരു നക്ഷത്രം. അപ്പോ അഭിജിത് നക്ഷത്രത്തിലും അതുപോലെ തന്നെ വിധി രോഹിണി നക്ഷത്ര കൂട്ടം എഴുതണം. വിശ്വേന്ദു, അഭിജിത്, വിധി, ഹരിഹരൗ പിതൃഹരി. വിശ്വേന്ദു, അഭിജിത്, വിധി, പിതൃഹരി. പിതൃനക്ഷത്രം മകം. ഹരി തിരുവോണം. മൂല അതിഥി. മൂലനക്ഷത്രം പുണർന്ന നക്ഷത്രം. വാരുണ സ്വാതി. വാരുണ ചതയം സ്വാതി. പൂഷ ഭഗൗ. ഉത്രം രേവതി. മിത്ര യമഭേ. അനിഴം ഭരണി. ബുദ്ധിരക്ഷഹസ്താവിധി. ഉത്രട്ടാദി അത്തം. യുഗ്മേഷു അന്യതരസ്ഥ. ഈ 2 നക്ഷത്രങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അതില് അന്യതരസ്ഥിത ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ നിന്നാ മതി. മറ്റേ നക്ഷത്രത്തിൽ എന്താക്കും? വേദിക്കും. വേദി എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നൊക്കെ അർത്ഥം. ഇനി ഇതാ ഇങ്ങനെ ഒരു തവണ പോയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാതെ നമ്മൾ വാഴയില ഇങ്ങനെ കുത്തുന്നില്ല, വേദം എന്ന് തന്നെ പറയും. അങ്ങനെ അത് മുറിച്ചു കളയുന്ന കാര്യം. അപ്പൊ അത് കുറച്ച് അപകടം പിടിച്ച പരിപാടിയാണെന്ന് അർത്ഥം. ശലാകാവേദം എന്ന അതിന്റെ പേര്. വിശ്വേന്ദു, അഭിജിത്, വിധി, പിതൃഹരി, മൂലാതിഥി, വാരുണസ്വാത്യൗ, പൂഷഭഗൗ, മിത്രയമഭേ, ബുദ്ധിർഷഹസ്തൗ. ഇത്രയും കൂട്ട നക്ഷത്രങ്ങൾ. ഉത്രാടം മകീര്യം, അഭിജിത്ത് രോഹിണി, മകം തിരുവോണം, മൂലം പുണർതം, ചതയം ചോതി, രേവതി ഉത്രം, അനിഴം ഭരണി, ബുദ്ധിരക്ഷം എന്ന് പറഞ്ഞാൽ ഉത്രട്ടാതി അത്തം. ഈ നക്ഷത്രങ്ങളുടെ കൂട്ടത്തില് 2 ഒന്നിലും ഒന്നാമതി. 2 നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ ഗ്രഹം വന്നാൽ എന്താവും? ഇപ്പൊ ഭരണി വിവാഹവിധ നക്ഷത്രമൊന്നും അല്ല, പക്ഷെ ഭരണിയിൽ ഒരു ഗ്രഹം വന്നാൽ അനിഴം പെടുന്ന അർത്ഥം. ഭരണിയിൽ ഒരു ഗ്രഹം വന്നാൽ അപ്പൊ എന്തായി? ഓട്ടോമാറ്റിക്കലി അനിഴത്തിന് എന്ത് ചെയ്യാനാവില്ല? അനിഴത്തിന് വിവാഹം മുഹൂർത്തം കുറിച്ചു കൊടുക്കാനാവില്ല എന്നർത്ഥം. ഇത്രയേ ഉള്ളൂ. ഇപ്പോ മകീര്യവും ഉത്രാടവും പിന്നെ നിവർത്തിയില്ല. അഭിജിത്തും രോഹിണിയും അതും എന്തില്ല? 2 ഇതാണ്. പിതൃഹരി അത് 2 മൂലാതിഥി വിവാഹത്തിന് വിഹിതങ്ങളാണ്. വാരണ സ്വാതി അതിൽ ഒന്നില്ല, മറ്റേത് ഇതുണ്ട്, വിധിയുള്ളതാണ്. പൂഷ ഭഗൗ പകുതിയാണ്. ഉത്തരാ മൂലമിത്ര പൂയം. അതിൽ പൂയത്തിൽ വന്നായി ഉത്തരം പിടിക്കും, ഉത്തരത്തിനെ പിടിക്കും. മിത്രയമഭേ ഭരണിയിൽ വന്നാൽ അനിഴത്തിനെ പിടിക്കും. അനിഴത്തിൽ വന്നാൽ അനിഴത്തിനെ പിടിക്കും. ഭരണി വിവിധ നക്ഷത്രം അല്ലല്ലോ, അതുകൊണ്ട് പഠിക്കാനില്ല. ബുദ്ധിരക്ഷഹസ്താവിധി 2 എന്താണ്? ബുദ്ധിരക്ഷം പറ്റും. ഹസ്തം വിവാഹത്തെ വിഹിതം അല്ലെങ്കിൽ എന്തില്ല? ഈരെ പറ്റില്ല എന്നർത്ഥം. അത്തം വിവാഹവിധ നക്ഷത്രമാണ്. അത്തത്തില് വന്നാല് ഇര. അത്തത്തിന് വന്നാൽ ഉത്രട്ടാതിനെ പിടിക്കും. ഉത്രട്ടാതിനെ വന്നാൽ അത്തത്തിനെ പിടിക്കും. അപ്പോ ഈ ശലാകാവേദം എന്ന് പറയുന്നത് എത്രാമത്തെ നാഴികയിലാണോ ഗ്രഹം ഉള്ളത്, അങ്ങനെ ഒരു ചെറിയൊരു ലൂപ്പ് ഹോൾ അതിലുണ്ട്. കുറച്ച് ടെൻഷൻ പിടിച്ച പരിപാടിയാണ്, എന്നാൽ അറിഞ്ഞിരിക്കാണ്. ഈ ധർമ്മശാസ്ത്രത്തിൽ ഇപ്പോ ഒരാൾക്ക് ശലാകാവേദം വന്നു പറഞ്ഞാല് ആ ഒരു ഗ്രഹത്തിന് ഒരു നക്ഷത്രത്തിന്റെ ഗ്രഹം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് മുഴുവൻ വർജിക്കണം എന്നില്ല. അത് മുഴുവൻ എത്ര നാഴിക വരെ ആണോ ഒരു ഗ്രഹം ഉള്ളത്, മറ്റേ നക്ഷത്രത്തിന് അത്ര നാഴിക വരെ വർജിച്ചാൽ മതി. അതായത് ഉത്രാട നക്ഷത്രത്തിന്റെ 10ാമത്തെ നാഴികയിലാണ് ഗ്രഹമുണ്ടായിരിക്കാം. അപ്പൊ മകീര്യ നക്ഷത്രത്തിന്റെ 10ാമത്തെ നാഴികയ്ക്ക് ശേഷം ഇല്ല ഈ ശലാകാവേദം ഇല്ലാതെ എന്നൊരു പക്ഷക്കാര് ഇളകിയിട്ടുണ്ട്. അത് നല്ല വൻ വിജയമുള്ള പക്ഷമാണ്. ശലാകാവേദത്തിന്റെ എക്സംഷൻ റൂളായി പറയുന്നത്.
എന്നുവെച്ചാല് ഒരു നക്ഷത്രത്തിൽ ഗ്രഹം കണ്ട മറ്റേ നക്ഷത്രത്തിന് രണ്ടിനെ ഒഴിവാക്കണം എന്നാ പറയുന്നത്. സഗ്രഹർക്ഷം ശലാകാവേദം, രണ്ടിനെ ഒഴിവാക്കണം. ഏത് ഗ്രഹമുള്ള നക്ഷത്രത്തിന് ഒഴിവാക്കണം, മറ്റേ നക്ഷത്രത്തിന് ഒഴിവാക്കണം എന്നർത്ഥം. സഗ്രഹർക്ഷം ഒഴിവാക്കണം, ശലാകേ വേദത്തിന് ഒഴിവാക്കണം. അപ്പോ അത് ഒഴിവാക്കുന്നതിന് ഒരു ചെറിയൊരു ഒരു ഒരു ലൂപ്പ് ഹോൾ ആണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാല് ഈ ശലാകാവേദം എന്ന് പറയുന്നത് രണ്ട് നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്ര ഗ്രഹം വന്നാലേ പ്രശ്നമുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ശലാകാവേദത്തിൽ പെടുന്ന ഈ ഗ്രഹത്തില് ഈ നക്ഷത്രത്തിൽ ഗ്രഹം എത്രാമത്തെ നാഴികയിലാണോ വരുന്നത്, അതായത് എത്രാമത്തെ ഡിഗ്രിയിലാണോ വരുന്നത്, അത് രണ്ടും ഒരേ പോലെയാണ്. അത്രാമത്തെ ഡിഗ്രി വരെ ആ നക്ഷത്രത്തിന് ദോഷമുള്ളൂ. അപ്പൊ ഇതിനും എന്തില്ല, ഈ ഗ്രഹം നിൽക്കുന്ന കഴിച്ച് ബാക്കിയുള്ളതിനും മറ്റേ നക്ഷത്രത്തിന്റെ ഗ്രഹം നിൽക്കുന്ന ഡിഗ്രി വരെയുള്ള ഭാഗത്തിന് ശേഷമുള്ള ഭാഗം എന്തില്ല, ശലാകാവേദം വേണ്ട എന്നിട്ടൊരു ഒരു സൗകര്യം അതിൽ ചെയ്തിട്ടുണ്ട് ശലാകാവേദത്തിന്. അപ്പോ ആ സൗകര്യം നമുക്ക് എന്ത് ചെയ്യാം, പരമാവധി ഉപയോഗപ്പെടുത്താം. കണക്കെല്ലാം കൂട്ടി നേരെയാക്കിയിട്ട് ഈ ഭാഗത്തിന് ശലാകാവേദമില്ല എന്നിട്ട് നമുക്ക് രക്ഷപ്പെടുത്താനുള്ള ഒരു ചെറിയൊരു ഒരു വഴി അതിലുള്ളുണ്ട്. ശുക്രാര്യു ബാലവൃദ്ധവും, അതായത് മൗഢ്യം കഴിഞ്ഞിട്ട് 5 ദിവസം ശുക്രനായാലും വ്യാഴായാലും എന്തില്ല, ഈ പറഞ്ഞ പോലെ മൗഢ്യം എടുക്കാൻ പാടില്ല, മുമ്പേ പറഞ്ഞതല്ല. മൗഢ്യം കഴിഞ്ഞിട്ട് ബാല അവസ്ഥയും, അതായത് മൗഢ്യത്തിന്റെ 5 ദിവസം മുമ്പേ വൃദ്ധാവസ്ഥയും ബാലാവസ്ഥയും, അതായത് ബാലാവസ്ഥ എന്ന് പറയുന്നത് മൗഢ്യം കഴിഞ്ഞിട്ട് ഉദിച്ചതിന് ശേഷമുള്ളതാണ് ബാലാവസ്ഥ. പിന്നെയോ മൗഢ്യം തുടങ്ങുന്നതിന്റെ 5 ദിവസം മുമ്പുള്ള അവസ്ഥയാണ് വൃദ്ധാവസ്ഥ. മൗഢ്യം വരാനായി, അപ്പൊ ഗ്രഹം വൃദ്ധാവസ്ഥയും. ഈ ശുക്രനും വ്യാഴത്തിനും ശുക്രാര്യവും ബാലവൃദ്ധവും ഈ 2 സാധനത്തിനൊന്നും പറ്റില്ല, ഈ എടുക്കാൻ പറ്റില്ല. വരജനിഭം, വരന്റെ ക്ഷവറുള്ളതുകൊണ്ടാണ് വിവാഹത്തിന് എന്തിന്റെ ഒരു ക്ഷവറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ ഈ ജന്മനക്ഷത്രം പറ്റില്ല, ഉപനയന നക്ഷത്രം പറ്റില്ല, അത് ക്ഷവരത്തിന് പറ്റില്ല, അത് വിധി പറയില്ല. അത് ഉപനയനം മുഹൂർത്തം, അത് മറ്റേ ചൗള മുഹൂർത്തം വരുമ്പം പറയാം. അപ്പോ ശുക്രാര്യവും ബാലവൃദ്ധവും വരജനിഭ നിശാമധ്യം, വിവാഹം നിശയിലും പറ്റും, എല്ലാ ആഴ്ചകളും എടുക്കാം. അതിൽ എന്താ പറയണ്ടേ, ശുഭവാരങ്ങളും ഞായറാഴ്ചക്ക് ചോദിക്കാനില്ല, പാപവാരങ്ങൾ മധ്യമമായിട്ട് എടുക്കാം. രവി ചൊവ്വ ശനിയൊക്കെ എടുക്കുന്ന വിരോധമില്ല, എല്ലാ വാരങ്ങളും എടുക്കാം. അതിൽ തന്നെ മറ്റേ ശുഭവാരങ്ങളാച്ചാൽ ഇതെടുക്കാം. പക്ഷെ അതായത് നമ്മളെ നാട്ടിലേ ഉള്ളേ, ഈ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപനയനത്തിന് വിഹിതമല്ലാത്ത ഒരു വാരവും എടുക്കാൻ പറ്റില്ല. വിദ്യാരംഭത്തിന് ഉള്ള മുഹൂർത്തം അല്ലാണ്ട് ഏത് മുഹൂർത്തം വിവാഹത്തിനും എടുക്കാൻ പറ്റില്ല. ഉപനയനത്തിനുള്ള മുഹൂർത്തം അല്ലാണ്ട് ഏത് മുഹൂർത്തവും വിവാഹത്തിനും എടുക്കാൻ പറ്റില്ല. പല ദിക്കിലും അങ്ങനെയാണ്. അപ്പോ നേരത്തെ പറഞ്ഞില്ലേ, സ്ത്രീണാം വിവാഹ തന്തുധാരണം ഉപനയനവത് എന്നിട്ട് ഒരു സ്മൃതി വചനം. അതിന് കുറെ ആൾക്കാര് അത് തുള്ളിക്കാൻ, കുറെ ആൾക്കാര് പെണ്ണുങ്ങൾക്ക് സമത്വം വേണമെന്നിട്ട് കുറെ ആൾക്കാർ എന്ത് ചെയ്യും, എല്ലാരും കൂടിയിട്ട് അതങ്ങനെ ആക്കി വെച്ചു. നമ്മുടെ നാട്ടിൽ അത്ര ഉപദ്രവം വന്നില്ല. അപ്പോ ഈ വാട്ട് ഈസ് അഭിജിത്ത്, ഇപ്പോൾ ഖേദന ഗോവിന്ദാദ്യ ഘടീ ചതുഷ്ക സഹിതോ വിശ്വാന്ത്യപാദ അഭിജിത്ത്. വിശ്വാന്ത്യപാദം ഉത്രാടത്തിന്റെ അന്ത്യപാദം ഗോവിന്ദാദ്യ ഘടീ ചതുഷ്ടയം. ഗോവിന്ദ തിരുവോണ നക്ഷത്രം, വിഷ്ണു നക്ഷത്രമാണല്ലോ. തിരുവോണ നക്ഷത്രത്തിന്റെ അവസാനത്തെ 4 നാഴികയും ഉത്രാട നക്ഷത്രത്തിന്റെ അവസാനത്തെ 5 നാഴികയും കൂടിയാന്തായി അഭിജിത് നക്ഷത്രമായി. തത്ര അശ്വിനാദി സത്വ നക്ഷത്രാന്തർഭൂതം അഭിജിന്നാമേകം നക്ഷത്രമസ്തി. അതിന് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഗോവിന്ദാദ്യ ഘടീ ചതുഷ്ക സഹിത വിശ്വാന്തപാദ അഭിജിത്ത്. ഇഷ്ടം പോലെ എന്താ പറയണ്ടേ, ഈ അഭിജിത് നക്ഷത്രത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അർത്ഥം. ഇത്രയും നക്ഷത്ര കൂട്ടങ്ങളെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇക്വേഷന്റെ സ്ഥാം അതില് ഈ ശലാകാവേശം എന്നുള്ള സാധനം വരും. ആ ശലാകാവേശത്തിന് എക്സംഷൻ റൂൾസ് ധാരാളം പറയുന്നുണ്ട്. ശാസ്ത്രാന്തരത്തിൽ അന്ത്യാംശ സ്ഥിതോ ഖേട മാർഗശീർഷം ന വിദ്യതി. വെച്ചാല് അത് അഭിജിത്തിനെ പെട്ടു. അഭിജിത്ത് പെട്ടുണ്ടെന്നായി മൃഗശിരയെ വേദിക്കുന്നില്ല എന്നിട്ട് വേറൊരു പക്ഷക്കാരെ ഇളകിയിട്ടുണ്ട്. അഭിജിത് സംസ്ഥിത ഖേട രോഹിണിമേ വിദ്യതി. അഭിജിത്തിൽ നിൽക്കുന്ന ഗ്രഹം രോഹിണിനെ മാത്രമേ വേദിക്കുന്നില്ല. അതായത് ഉത്രാടം വിശ്വേന്ദു, ആദ്യത്തെ വചനം ശ്രദ്ധിക്കേണ്ടത്. ഉത്രാടവും മകീരവും ഒരു കൂട്ടാണല്ലോ. അതില് ഈ ഉത്രാടത്തിന്റെ 3 പാദത്തിൽ നിൽക്കുന്നതിന് മാത്രമേ മകീരത്തിൽ വേദിക്കുന്നുള്ളൂ. 4ാമത്തെ പാദത്തിൽ നിൽക്കുന്നത് വന്നാലായി രോഹിണിയിൽ പിടിക്കും.
മകീരത്തിന് പിടിക്കില്ല. അപ്പോ അങ്ങനെ ഒരു എക്സംഷൻ റൂൾസ്. നിശ്വാന്ത്യപാദ സ്ഥിതം വിശ്വാന്ത്യപാദത്രിതയം സൗമ്യസ്ഥോ വിദ്യതിഗ്രഹ അഭിജിത് സംസ്ഥിതഖേട രോഹിണീമേവ വിദ്യതി നൈവ സൗമ്യം നൈവ പൈത്രം തയോസ്ഥോ അഭിജിതം നച്ച. അപ്പോൾ ഇതിന് അഭിജിത്തിനെയും എന്തില്ല, വേദിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് എക്സംഷൻ റൂൾസ് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ഇത്ര നാഴിക വരെ പ്രശ്നമില്ലാതെ. ഈ വേദത്തിന് വലിയൊരു എന്താ പറയണ്ട പ്രാധാന്യം ഇതിൽ മുഹൂർത്ത പദവിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ മുഹൂർത്ത ദീപകം എന്ന് പറയുന്നൊരു ഗ്രന്ഥത്തിൽ പറയുന്നത് വെച്ചാല് ചന്ദ്രസ്യ രവിണാവേദ കന്യാ വൈധവ്യമാപ്നുയാത്. അതിലെന്താണ് വേദത്തില് ചന്ദ്രന്റെ രവിന്റെ വേദം എന്ന വൈധവ്യം. തഥൈവ ഭൂമിപുത്രേണ വന്ധ്യാസ ചന്ദ്രസൂനുന. ഭൂമിപുത്രൻ ചൊവ്വായാലും ഇതുവരും വന്ധ്യയിൽ പോവും ഈ ബുധന്റെ വേദം വന്നാല്. വ്രതചിത്താത്തു ജീവേന സുതക്ഷയമാപ്നുയാത്. വ്രതചിത്തം ഇതൊക്കെ ആയിരിക്കും, പക്ഷെ എന്തോരും വ്യാഴത്തിൽ നിലകൊണ്ട് വേദം വന്നാല് സുതക്ഷയം വരുന്നവൻ. ശുക്രേണ ദാസി മന്ദേന. ശുക്രേണ എന്തായി പോവും, കഷ്ടത്തിലായി പോവും. മന്ദേന പതിത്യക്താച രാഹുണ. ശനിയും ഇതൊക്കെ വന്നാൽ പതിയാൽ ത്യജിക്കപ്പെടുന്നവളായിട്ട് ഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വലിയ വലിയ ദോഷങ്ങള് പറയുന്നുണ്ട് ഈ ശലാകാവേദത്തിന്. അപ്പൊ ശലാകാവേദം എന്ന് പറയുന്നത് മുഹൂർത്തത്തിൽ എഴുതുമ്പോൾ തന്നെ ഈ വിവാഹ മുഹൂർത്തം എഴുതുമ്പം ശലാകാവേദം മുഴുവൻ ഒഴിവാക്കിയിട്ട് അത് എഴുതുന്നത്. ശുക്രാര്യവും ബാലവൃദ്ധവും. വ്യാഴം ഗുരുശുക്രയോഹോ ബാല്യം വാർദ്ധക്യം ച വർജയേത്. അപ്പോ ഈ ബാല്യവാർദ്ധക്യം എങ്ങനെ കണ്ടുപിടിക്കണം? ഞാനിപ്പോ 5 പേർക്ക് പറഞ്ഞില്ലേ, നോക്കോ. അതില് ശാസ്ത്രവചനം തന്നെ പറയുന്നുണ്ട്. മൗഢ്യാവസാന ദിനം ആരഭ്യ ഉപരിഷ്ടാത് മൗഢ്യ അവസാന ദിനേന സഹ സപ്തദിനം ബാല്യം. വെച്ചാല് മൗഢ്യം കഴിയുന്ന ദിവസം മുതൽ ഉദയം വരെയുള്ള അതിനകത്ത് 7 ദിവസത്തിന് ബാല്യം. വക്രേ ശുക്രസ്യ വാർദ്ധക്യസ്യ 5 ദിനം. ശുക്രൻ വക്രമൗഢ്യാണെങ്കിൽ 5 ദിവസമേ വേണ്ടു. ബാല്യം ദിനത്രയം. ശുക്രൻ എത്രയും വേണ്ടു? വക്രഗതിയിലാണ് മൗഢ്യെങ്കില് ബാല്യം വാർദ്ധക്യം 5 ദിവസവും ബാല്യം 3 ദിവസമേ ഉള്ളൂ. ഗുരോഹോ വക്രേ മൗഢ്യം. ഗുരുവിന് എന്ത് വരുന്നില്ല, വക്രമൗഢ്യം വരുന്നില്ല. വെച്ചാല് ഈ ഗുരുവിന് വക്രം വരണമെങ്കിൽ ഗുരുവിന്റെ 5 രാശി കഴിഞ്ഞിട്ട് വേണം. 5 രാശി കഴിഞ്ഞ് സൂര്യൻ നിന്നാലേ വക്രം വരുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല, അത് നമ്മൾ പറഞ്ഞിട്ടുള്ള സംശയമുണ്ട്. ഈ വക്രം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ചൊവ്വ ശനി വ്യാഴം ഗ്രഹം നിൽക്കുന്ന രാശിയിൽ 5ാമത്തെ രാശി വന്നാൽ വക്രം തുടങ്ങും. 9ാമത്തെ രാശിയിൽ വന്നാൽ വക്രം അവസാനിക്കും. അപ്പോ സൂര്യൻ 5ാമത്തെ രാശിയിൽ വന്നാൽ എങ്ങനെയും വക്രം വരില്ലല്ലോ. അല്ല, ഇത് വക്ര മൗഢ്യം വരില്ലല്ലോ. സൂര്യൻ അടുത്ത് വരുമ്പോഴല്ലേ മൗഢ്യം വരില്ല. അപ്പൊ ഇവർക്കൊന്നും വക്ര മൗഢ്യം വരില്ല. വ്യാഴത്തിന് വക്ര മൗഢ്യേ വരില്ല. അതുകൊണ്ട് പഠിക്കാൻ. അപ്പോ ശുക്രന് പഠിക്കും വേണം. അസ്താഹതാത് പ്രാക് സപ്തദിനം വാർദ്ധക്യം ഗുരുശുക്രയോഹോ തയോർബാല്യം ഉദയാദാത് പരതഃ സപ്തവാസരം ക്രമചാരേ വിധരയം വക്രചാരേസ്തു അക്ഷതേ വാർദ്ധക്യം 5 ദിവസം ബാല്യം തത്ര ദിനത്രയം. അപ്പൊ എന്താ, ഈ ശുക്രന് വക്രമൗഢ്യം വന്നാല് എന്തുണ്ട്, വാർദ്ധക്യം 5 ദിവസവും ബാല്യം 3 ദിവസമേ ഇല്ലൂ. മറ്റേത് 7 ദിവസം തന്നെ ആചരിക്കണം. ആയിരിക്കും വ്യാഴത്തിന് 7 ദിവസം. സപ്തസ്വഹസ്സു വാർദ്ധക്യം ഗുരോർ ബാല്യം തു 5 വേറൊരു മതം പറയുന്നത്. ബാല്യാവസ്ഥ 5 ദിവസത്തേക്ക് ചുരുക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് ഭൃഗോസ്തു വക്രചാരേ ക്രമാത് 5 3 5 7 അത്രയാണ്. എന്ന് വെച്ചാൽ വ്യാഴത്തിന് ബാല്യം 5 ദിവസം ആചരിച്ചാൽ മതി എന്നിട്ട് വേറൊരു പക്ഷം. അതിൽ ഇഷ്ടം പോലെ പക്ഷമുണ്ട്. നിങ്ങളെല്ലാം 7 ദിവസം വക്രത്തില് ശുക്രന്റെ വക്രത്തില് സദാചാരം നമുക്ക് നോക്കാനാവും. വ്യാഴത്തിന് 7 ദിവസം ബാല്യവും വാർദ്ധക്യവും രണ്ടും ആചരിച്ചേക്കണം. ശുക്രന് 5 ദിവസമേ വേണ്ടൂ. പക്ഷെ വക്രാവുമ്പോൾ എന്തായി വേണ്ടു? 3 ദിവസം ബാല്യവും വാർദ്ധക്യം എല്ലാം ആചരിച്ചാൽ മതി എന്നിട്ട് ഇതുണ്ട്. പിന്നെ വേറെ ഇഷ്ടംപോലെ സ്മൃതികളിലും ഇതിലും മറ്റൊക്കെ ഗംഭീരായിട്ട് ഈ ബാലവാർദ്ധക്യം ഈ ശുക്രന്റെയും വ്യാഴത്തിന്റെയും ബാലവാർദ്ധക്യത്തില് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇഷ്ടംപോലെ ചർച്ചകള് വന്നിട്ടുണ്ട്. അപ്പോ ഇത് സംഭവ വിവാഹം ആയതുകൊണ്ടാണ് ഇത്രയധികം ഇമ്പോർട്ടൻസ് എല്ലാ ആൾക്കാരും കൊടുത്തിട്ടുള്ളത്. എന്നുവെച്ചാല് അന്നത്തെ കാലത്ത് ഈ ദമ്പതി ദീർഘകാലം ദീർഘമാംഗല്യം എന്ന് പറയുന്നത് ഈ ആയുസിന്റെ കുറവായിരുന്നല്ലോ അന്നത്തെ കാലത്ത് വലിയ പ്രശ്നം. ആവറേജ് മനുഷ്യായുസ് ഈ പുസ്തകം ഉണ്ടാകുന്ന കാലത്തും ആവറേജ് ഒരു 35-40 അന്ന് ഷഷ്ടിപൂർത്തി ആയതുകൊണ്ട് വലിയ
സംഭവമാണ്. ഓ ഷഷ്ടിപൂർത്തിയായി, അയ്യോ ഗംഭീര തന്നെ. അത് കഴിഞ്ഞിട്ട് സപ്തതിയായി എന്ന് പറഞ്ഞാൽ ഗംഭീരായി. ശതാഭിഷേകം എന്നെല്ലാം പറഞ്ഞാൽ നാട്ടിൽ മുഴുവൻ വരും, നാട്ടിലുള്ള എല്ലാവരും നമസ്കരിക്കാൻ വരും. ശതാഭിഷിക്തനായി എന്നാൽ ഇപ്പൊ ശതാഭിഷേക കത്തും കല്യാണ കത്തും ഒരേപോലെ വരണ്ടായി. എന്തായാലും മനുഷ്യ സർവീസിലേക്കാൾ പെൻഷൻ പഠിച്ചു തുടങ്ങി. പിന്നെ എന്ത് ചെയ്യാൻ, മരുന്നും പന്ത്രണ്ടെല്ലാം വന്നിട്ട് ഇഷ്ടംപോലെ ആയുസ് കൂടി. അതുകൊണ്ട് അത് വലിയ സീരിയസ് ഇല്ല. അന്നത്തെ കാലത്ത് വിവാഹം എന്ന് പറയുന്നത് ഇത് ദമ്പതികളുടെ ആയുസ്, അത് ഇവളെ തപസ്സിന്റെ മേലെ, അതുപോലെ തന്നെ ഈ വധുവിനുള്ള മുഴുവൻ ഉത്തരവാദിത്തമായിരിക്കാതെ പാവം പെണ്ണുങ്ങളെ നിരക്കാം. ഇവനായുസുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. ഇവളെ കുറ്റം മുഴുവൻ ഇടുന്നത് ഇവരെ നിരക്കാണ്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാല് വ്രതം, ബാക്കിയുള്ള കാര്യങ്ങള്, കന്യക, വൈധവ്യരക്ഷ, ഇതെല്ലാം വളരെയധികം ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ഇവർ അന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ പിന്നെ എല്ലാവരും മരുന്നും മന്ത്രവും വന്നുകൊണ്ട് ആയുസിന് വലിയ കുറവില്ല. വല്ല അത്യന്തം ആപത്ത് വന്നെങ്കിലും എന്താവുള്ളൂ എന്നും സംഭവിക്കുള്ളൂ. വെച്ചാൽ ഇപ്പൊ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആവറേജ് വയസ്സ് പറയുന്നത് 76 ഇന്ത്യയിൽ. 60 വയസ്സായവർക്ക് ഇൻഷുറൻസ് പോളിസി ഇഷ്ടംപോലെ വാരി കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 10 കൊല്ലത്തേക്ക് ഒന്നും സംഭവിക്കില്ല, ധൈര്യം തന്നെ കാരണം. അപ്പോ അന്നത്തെ കാലത്തെ പ്രശ്നങ്ങളെ കൊണ്ട് ബാലവാർദ്ധക്യം, പിന്നെ ശലാകാവേദം, തൊട്ടത് എന്താക്കിയിരിക്കുന്നത്, ഇതെല്ലാം വളരെയധികം നിഷ്കർഷിച്ചിട്ട് ചെയ്യേണ്ടി വന്നെത്തി. പിന്നെ കുറേശ്ശെ റിലാക്സ് തുടങ്ങാൻ വലിയ കുറ്റമൊന്നും പറയാനൊന്നുമില്ല. വരജനിഭം, വിവാഹത്തില് വരന്റെ ആദ്യ ജന്മ നക്ഷത്രയെ വർജിക്കണ്ടു. മറ്റേത് വേണ്ടാന്നർത്ഥം. ഏത് ദ്വിജന്മം ത്രിജന്മം അതൊന്നും വർജിക്കേണ്ട ആവശ്യമില്ല. ദ്വിതീയ തൃതീയ ജന്മവൃക്ഷം വർജിക്കണമെന്ന് ചെറിയ ചില പക്ഷക്കാർ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അതില് മുഹൂർത്ത പദവികാരൻ എന്തേ പറയുന്നുള്ളൂ, വരജനിഭം എന്നേ പറയുന്നുള്ളൂ. ജനിച്ച നക്ഷത്രത്തിന് മാത്രമേ കണക്ക് വെച്ചിട്ടു. പിന്നെയോ കന്യകേന്റെ 3 ജന്മനക്ഷത്രവും വർജിക്കണം എന്നിട്ട് വേറൊരു പക്ഷം. അതില് വർജ്യം ജന്മവരസ്യാദ്യം എന്ന ആചാര സംഗ്രഹത്തിലെ കന്യാജന്മത്രയം ശസ്തം വരസ്വാദ്യം വിനാ ദ്വയേ ശുഭം വിവാഹം. അതായത് കന്യകേന്റെ ജന്മത്രയം ഒന്നും വർജിക്കണ്ട. കന്യകേന്റെ ജന്മനക്ഷത്രവും ദ്വിജന്മവും ത്രിജന്മവും ഒന്നും വർജിക്കണ്ട. വരന്റെ ജന്മനക്ഷത്രം മാത്രം. അതിൽ ന്യായം പറയുന്നത്, അത് രാജ്യവൽക്കരണം പറയുന്നത് ക്ഷൗരം ഉള്ളത് കൊണ്ടാണ് ഈ ജന്മനക്ഷത്രം വർജിക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ ജന്മനക്ഷത്രം വർജിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഉപനയന നക്ഷത്രം വർജിക്കണ്ടേന്ന് ചോദിച്ചു. ഉപനയനത്തിന് അത് മറ്റേ നൈമിത്തിക ക്ഷൗരത്തിനെ വേണ്ടു എന്നിട്ട് വേറൊരു ആചാര്യൻ ബോധാനൊക്കെ എങ്ങനെയാണ്. ബോധാനം എന്ന് വെച്ചാൽ ഉപനയനം ആചാര സംഗ്രഹം അവരെന്ന് വെച്ചാൽ ഉപനയന നക്ഷത്രവും സാധാരണ ഇന്നിപ്പം ഉപനയന ഓർമ്മയില്ലെന്നില്ല, നല്ല പഠിക്കേണ്ടത്. ഈ ഉപനയന നക്ഷത്രവും എന്ത് പാടില്ല, ക്ഷൗരത്തിന് വിഹിതമല്ല. ജന്മനക്ഷത്രം വിഹിതമല്ലാന്ന് ജന്മനക്ഷത്രം ജന്മമാസം ഇതൊന്നും വിഹിതമല്ല. അപ്പോ ജന്മനക്ഷത്ര ആയതുകൊണ്ട് തന്നെ എന്ത് പറ്റില്ല, വിവാഹത്തിന് ക്ഷൗരം ഉള്ളതുകൊണ്ട് അത് പറ്റില്ല. കന്യകത്തിന് ക്ഷൗരത്തിനൊന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് എല്ലാ നക്ഷത്രം എടുക്കാമെന്നാണ് ആചാര സംഗ്രഹവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന അർത്ഥം. നിശാമധ്യം അർദ്ധരാത്രി കാലം എടുക്കാൻ പറ്റില്ല. രാത്രി വിവാഹം കഴിക്കുന്നതിന് നമ്മുടെ നാട്ടിലോ ബാക്കി നോർത്ത് ഇന്ത്യയിലൊന്നും വിരോധമില്ല. കാവേരി തീരം മാത്രമേ എന്നുള്ളൂ ഈ രാത്രി വിവാഹം നിഷേധിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം രാത്രിനെ 8 ഭാഗിച്ചാൽ ഇത്രേ പറയുന്നത്. രാത്രിന്റെ നിശാമധ്യ മുഹൂർത്തം വിവാഹേ വർജയത് രാത്രോ മുഹൂർത്ത അഷ്ടമേ യഹ സോപി നിന്ദ്യ കരഗ്രഹേ. ആചാര സംഗ്രഹത്തിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് അർദ്ധരാത്രിന വേണ്ട. അതുപോലെ തന്നെ അർദ്ധരാത്രിയില് വെച്ചാൽ നമ്മൾ അർദ്ധരാത്രി സന്ധ്യയിലൊന്നും വിശേഷിച്ചത് കഴിക്കുന്നൊന്നുമില്ലല്ലോ. സന്ധ്യാവന്തനോ കാര്യങ്ങളോ ഉള്ളതല്ല, വളരെ കുറച്ച് സന്ധ്യാകാലമേ ഉള്ളൂ. ആ അർദ്ധരാത്ര നീക്കി വിവാഹത്തിന് ശുഭനാമം മറ്റേ മുഹൂർത്ത സംഭവങ്ങൾ ഉണ്ടാവുക. അതുപോലെ നമ്മുടെ ജന്മ നക്ഷത്രം നിൽക്കുന്ന രാശിയിൽ 7 ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലം. അപ്പോ നമ്മളെ ചന്ദ്ര നിൽക്കുന്ന രാശിയിൽ നിന്ന്, അതായത് നമ്മുടെ കൂറിൽ നിന്ന് 7ാമത്തെ രാശിയില് ഗ്രഹം നിൽക്കുന്ന കാലം. അപ്പൊ വ്യാഴം വന്ന ഒരു കൊല്ലം നിൽക്കില്ല സാർ ചോദിച്ചു. ഒരു കൊല്ലം നിൽക്കുന്ന വ്യാഴത്തിനെ കണക്കാക്കേണ്ട ആവശ്യമില്ല. ജന്മചന്ദ്രനിൽ നിന്ന് 7ാമത്തെ രാശിയിൽ ഗ്രഹം സഞ്ചരിക്കുന്ന കാലം, അതായത് സൂര്യൻ 3 മാസം നമുക്ക് കാത്തു നിൽക്കാം അല്ലെ. ഒരു വിവാഹം വേണം, 1 മാസം അങ്ങോട്ട് നീട്ടി വെക്കുന്നതിന് തെറ്റില്ല. ചന്ദ്രനാമ്പത്തിന് 2.5 ദിവസമല്ലേ വേണ്ടു, ചൊവ്വ 45 ദിവസമേ വേണ്ടു. വ്യാഴത്തിന് ശനിയാണ് 2.5 കൊല്ലം 1 കൊല്ലെല്ലാം വരിക. അപ്പൊ അത് ലേശം ടെൻഷനുള്ളതാണ്. ആപത്തില് കുജൻ ഒഴിച്ചിട്ട് ഏത് ഗ്രഹം ഏഴ് നിന്നാലും വിട്ട് കാണുന്ന ഒരു വലിയൊരു സമാധാനമായിട്ടൊരു വചനം. ചൊവ്വ 7 ചാരുണ്ടാകുമ്പോൾ വേണ്ട. ചന്ദ്രന്റെ 7 ചൊവ്വ ഉണ്ടാകുന്ന സമയത്ത് ചൊവ്വ പണ്ടേ വിവാഹത്തിനൊരു എതിർകക്ഷിയാന്ന് എല്ലാവരും തിരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അയാളെ ഒഴിവാക്കളയാ. ചൊവ്വ ചന്ദ്രന്റെ 7 സഞ്ചരിക്കുന്ന കാലം വേണ്ടാന്ന് വെക്കാം.
എന്തിന്റെ അതൊരു വലിയൊരു എക്സെപ്ഷൻ റൂൾ നമുക്ക് തന്നിട്ടുണ്ട്. ഭൗമാർക്കവും അതിനിന്ദിതവും. ഭൗമാർക്കന്മാർ സൂര്യനും ചൊവ്വാന്ന് ഏറ്റവും ദോഷമായിട്ട് പറയുന്നത്. അതില് ജന്മചന്ദ്രാത് സ്ത്രീ നരയോഹോ നേഷ്ട ദ്യൂനേഹ അഖിലാഗ്രഹ. ദ്യൂനെ സപ്തമത്തിൽ എല്ലാ ഗ്രഹങ്ങളും നിഷിദ്ധാണ്. പാപവിശേഷത വർജ്യ ഭൗമാർക്കവും അതിനിന്ദിതവും. അപ്പോ സൂര്യനും ചൊവ്വയും പാടേയില്ല, ഒഴിവാക്കുന്ന വേണം. ശനി നിങ്ങൾക്ക് 2.5 കൊല്ലം എങ്ങനെ നമ്മുടെ 2.5 കൊല്ലം കല്യാണം കഴിക്കാൻ എടുക്കാനാവോ എന്ന് നീ പറയും. നടക്കുന്ന കാര്യം. ശനി വന്നു കഴിഞ്ഞാൽ 2.5 കൊല്ലം ഒരു രാശിയിൽ നിൽക്കും. നമ്മൾ 7 ശനി വന്നു, പിന്നെ 2.5 ഇപ്പൊ അതായത് ഇപ്പൊ കുംഭത്തിൽ ശനി, ഇപ്പൊ ചിങ്ങക്കൂർ വരെ കല്യാണം കഴിക്കാൻ പാടാണ് നടക്കുന്ന കാര്യം. 2.5 കൊല്ലം നിൽക്കും. അതായത് ശനി ഇപ്പൊ മാറലായി വന്നിട്ട് കുറച്ച് കാലമായല്ലോ. വ്യാഴം 1 കൊല്ലം നിൽക്കും ഒരു രാശിയിൽ. അത്രയും കാലം കല്യാണം കഴിക്കാൻ എടുക്കാനാവില്ല. അതുകൊണ്ട് വ്യാഴത്തിന്റെ ശനി കൊണ്ട് ആരും മിണ്ടുന്നില്ല. ഏതാചാര്യന്മാരും ഇതിനെ കുറിച്ചിട്ട് വലിയ ചർച്ചയ്ക്ക് വെക്കുന്നില്ല. സൂര്യനെ മുടങ്ങുന്നത് ഈ പറഞ്ഞ പോലെ 45 ദിവസം ചൊവ്വ, 1 മാസം സൂര്യൻ വേണം ഒഴിവാക്കാം. ആപത്തില് ചൊവ്വയാണ് എല്ലാരും പിടിക്കുന്നത്. ചൊവ്വയുള്ള സമയത്ത് ചന്ദ്രന്റെ 7 ചൊവ്വയുടെ ചാരം ഒഴിച്ചിട്ട് ബാക്കി ഏത് ഗ്രഹത്തിന്റെ ചാരം വന്നാലും പ്രായശ്ചിത്തം ചെയ്ത് ധൈര്യമായിട്ട് നിങ്ങൾ പ്രൊസീഡ് ആയിക്കോന്ന് ആര് പറയുന്നു? ആചാര സംഗ്രഹം, മറ്റേ നമ്മളെ എല്ലാ മുഹൂർത്ത ഗ്രന്ഥങ്ങൾ, കേരളീയ സമ്പ്രദായം, സദാചാരം സകല ആൾക്കാരും സമ്മതിക്കുന്നുണ്ട്. ആ സമ്മതിക്കുന്നുണ്ടെന്നുണ്ട് നമ്മളും അത് സ്വീകരിക്കാന്നർത്ഥം. അപ്പോ ഈ സഗ്രഹർഷം, ശലാക, ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ എപ്പോഴും ചർച്ചക്കും ഈ പറഞ്ഞ പോലെ എന്താ വേണ്ടേ ഏതാ വേണ്ടത് എപ്പോഴും സംശയം ഒരു കാലത്ത് വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോ വിവാഹത്തിനും പാണിഗ്രഹം, മംഗല്യ സൂത്രഭൂഷണം, ഏകരാശി അതിനെ വേണം. അതില് മിത്രോസി എന്ന് പറയുന്ന ഈ എന്താ പറയുക നമ്മളെ കരഗ്രഹം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മിത്രോസി, അതും ഈ മാംഗല്യം അച്ഛൻ താലി കെട്ടിയിട്ട് ഇപ്പുറത്തേക്ക് നീക്കി തരണമല്ലോ, അതും എല്ലാം എന്താണ് ഒറ്റ രാശിയുടെ ഉള്ളിൽ തന്നെ ആയ കൊള്ളാമെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നു. അതായത് ഈ വരണവിധിയിൽ പ്രധാനമായിട്ടുള്ളതാണ് ഉദ്വാഹം. അതിൽ ഈ പറയുന്നില്ല ഈ മിത്രോസി എന്ന് പറയുന്ന മന്ത്രം, സഹധർമ്മചര്യ എന്ന് പറയുന്ന മന്ത്രം, അതുപോലെ തന്നെ താലി കെട്ടിയിട്ട് നമുക്ക് കന്യകൻ അണിയിച്ചിട്ട് കൊണ്ട് തരുന്ന കാര്യം. ഇത്രയും കാര്യം എന്ത് വേണമെന്ന് വെച്ചാല് അതിൽ ഒറ്റ രാശിയിൽ തന്നെ ആവണം. സൃഷ്ടി സുമുഹൂർത്തവസ്തു 2 ദിക്കിലും പറയണം, വേണ്ടേ? പെണ്ണിന്റെ ഭാഗത്ത് സൃഷ്ടി സുമുഹൂർത്തവസ്തു പറയണം, ആണിന്റെ ഭാഗത്തും പറയണം. അപ്പോ ഈ 2 സൃഷ്ടി സുമുഹൂർത്തവസ്തുവും പറയുന്നത് 2 ഒരേ രാശി ആയാൽ കൊള്ളാമെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. 2 വേറെ വേറെ ലക്കം ആയിക്കൂടാ, എല്ലാം കൂടി ഒറ്റ രാശി തന്നെ. എന്ന് വെച്ചാല് പ്രണവോപദേശം ഈ ഉപദാനത്തിൽ അങ്ങനെയാണ്. പൂണൂരെടുത്ത് പ്രണവജലം വേറെ വേറെ ലക്കം ആയിക്കൂടാ, എല്ലാം ഒറ്റ രാശി തന്നെ വേണം. അപ്പോ ആ നിയമപ്രകാരം ഈടെ എന്ത് വേണം? മാംഗല്യ സൂത്രധാരണം, പാണിഗ്രഹണം ഇതെല്ലാം നിന്ന് ഒറ്റ രാശി തന്നെ. ഏകസ്മിൻ രാശവും ദൗ കർത്തവ്യതി സമ്മതം, ഇത് രണ്ടും ഒറ്റ രാശി തന്നെ കൈക്കണ്ടി വരും. അതുപോലെ തന്നെ മുഹൂർത്തം സുമുഹൂർത്തം തന്നെ ഇത് കാര്യങ്ങളെല്ലാം ചെയ്യണം. അതുകൊണ്ട് മാധവീയത്തിൽ പറയുന്നുണ്ട് കാര്യം യഥേകം ക്രിയതേ പ്രധാനം അതിൽ പ്രധാന ഈ പറയുന്ന കാര്യങ്ങൾ മുഹൂർത്തത്തില് വിഹിതമായിട്ടുള്ള മുഹൂർത്തത്തിൽ ചെയ്യണം എന്നർത്ഥം. യസ്മിൻ ദേശേ യഥാചാര പാരമ്പര്യ ക്രമാഗത ശ്രുതിസ്മൃത്യ വിരോധേന സദാചാരസ ഉച്ചതേ. അങ്ങനെ സദാചാരം വിദഗ്ധന്മാര്, ആചാരശീലന്മാരായിട്ട് ആൾക്കാര്, ഓയിക്കനടക്കം, അതായത് നമ്മുടെ നാട്ടിലെ വൈദികൻ, ഓയിക്കൻ, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഒരു കാലത്ത്. അതുകൊണ്ട് അവരെല്ലാം പറയുന്ന പോലെ കേട്ടേക്കാം, ബാക്കിയില്ലതെല്ലാം. ഇപ്പോ ഈടെ എന്താന്ന് വെച്ചാല് ഇതെല്ലാം കഴിഞ്ഞാൽ തന്നെ ഈ മുഹൂർത്തത്തിൽ നിങ്ങൾ സെറ്റാക്കി എടുത്താൽ തന്നെ ഗ്രഹശാന്തി വിവാഹത്തിന് മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ട് കഴിക്കും. ഗ്രഹശാന്തി കഴിച്ചാലും ഈ കാര്യത്തിന് ഉപേക്ഷ വരുത്തിക്കൂടാ. അതായത് ഈ പറയുന്ന കാര്യം ധനകേന്ദ്ര ത്രികോണേഷു, നോട്ട് ചെയ്യേണ്ടതാണ്. ധനകേന്ദ്ര ത്രികോണേഷു പാപാഹ ജാല് 2 ജന്മം ലഗ്നം 4, 7, 10, 5, 9 ധനകേന്ദ്ര ത്രികോണേഷു പാപഗ്രഹങ്ങളുണ്ട് എന്ന് വിചാരിക്കാം. അവർക്കും സൗമ്യാഹ ത്രിഷഷ്ഠകാഹ, ത്രിഷഷ്ഠകാഹ സൗമ്യ, ഈ 3, 6 ഭാവങ്ങളില് ശുഭഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ 3, 6 ഭാവങ്ങളില് ശുഭഗ്രഹങ്ങൾ പെട്ടുപോയാലോ, 2 ലഗ്നം 4, 7, 10 ധനകേന്ദ്ര ത്രികോണേഷു 5, 9 ഇത്രയും ഭാവങ്ങളില് പാപഗ്രഹങ്ങൾ പെട്ടാലോ, അതുപോലെ തന്നെ ശുഭഗ്രഹങ്ങൾ 3, 6 കിണിഞ്ഞു പോയാലോ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ടും പ്രായശ്ചിത്തം ചെയ്യണം. സർവേ ഗ്രഹാ, ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും
വ്യയേ രന്ധ്രേ 8ലോ 12ലോ കണിഞ്ഞാൽ 8ലോ 12ലോ പെട്ടുപോയാൽ എന്ത് വേണം? രന്ധ്രേ ലഗ്നേ ലഗ്നേ അർക്കേന്ദൂച, ലഗ്നത്തില് സൂര്യനും ചന്ദ്രനും, അത് ചന്ദ്രൻ ചിലപ്പോ ശുഭഗ്രഹം എന്നിട്ട് തെറ്റിദ്ധരിക്കും, അത് പറ്റില്ല, ചന്ദ്ര പാപഗ്രഹവും എപ്പോ ലഗ്നത്തിൽ പെട്ടാലും. ലഗ്നേ അർക്കേന്ദൂച നിന്ദിതാഹ, ഇത്രയും ഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് പ്രായശ്ചിത്തം ചെയ്യണം. എല്ലാ ആ രാശി ചക്ര മുഹൂർത്ത ചക്രം നോക്കിയിട്ട് ധനകേന്ദ്ര ത്രികോണേഷു എന്നുള്ള ശ്ലോകപ്രകാരം ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും നിൽക്കണ്ടേക്ക് നിന്നിട്ടെങ്കിൽ, അവിഹിതമായി നിന്ന് പെട്ടുവെങ്കിൽ അവർക്കെല്ലാം എന്ത് വേണം? ആദിത്യന് കപിലകോ, ചന്ദ്രന് ശംഖ്, ചൊവ്വക്ക് ചോനകാള, ബുധന് സ്വർണം, വ്യാഴത്തിന് പീതാംബരം, ശുക്രന് വെള്ളക്കുതിര, വെള്ളി ആയാലും മതി എന്നൊരു പക്ഷമുണ്ട്, വെള്ളി സങ്കല്പം. ശനിക്ക് കറുത്ത പശു, രാഹു ഇരുമ്പ്, കാരിരുമ്പ്, അതുപോലെ തന്നെ കേതുവിന് മുട്ടനാട് ഒരു പക്ഷം ഉണ്ട്. അങ്ങനെ 2-3 പക്ഷം ഉണ്ടായില്ല. അങ്ങനെ അതിലെന്ത് ചെയ്യാം? ഇതൊക്കെ വിചാരിച്ചിട്ട് സങ്കല്പിച്ചിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യണം? ദാനം ഈ മുഹൂർത്തം പറയുന്നതിന് മുമ്പ്, അതായത് ദാനത്തിനൊരാള്, മുഹൂർത്തത്തിനൊരാള്, മുഹൂർത്തികനും ദാനക്കാരനും, വൈദികൻ ദാനക്കാരൻ, മുഹൂർത്തക്കാരൻ, ജ്യോതിഷം പഠിച്ച മുഹൂർത്തക്കാരൻ, അങ്ങനെയാണ് സാധാരണ സമ്പ്രദായം. അത് ഇത് രണ്ടും ഒരേ പോസ്റ്റ് തന്നെയാണ്. ഇത് മറ്റേ ഈ പെരിയ നമ്പി, മറ്റേ പഞ്ചഗവി നമ്പി ഇതൊക്കെ പറയുന്നവരില്ലേ, രണ്ടും നമ്പി തന്നെയാണ്, ഒറ്റൊന്നല്ല, വർഗെല്ലാം തന്നെയാണ്. മുഹൂർത്തം പറയാൻ അധികാരികളായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പുറത്തിരിക്കുന്നവൻ ദാനക്കാരനും അപ്പുറത്തിരിക്കുന്നവൻ മുഹൂർത്തക്കാരനും. അങ്ങനെ മുഹൂർത്തക്കാരന് കുറച്ച് ചില ആനുകൂല്യങ്ങളുണ്ട്, ദക്ഷിണയിലും ബാക്കിയുള്ള കാര്യത്തിൽ ആനുകൂല്യം. ദാനക്കാരനതില്ല. ദാനക്കാരന് സാധാരണ ചെയ്യുന്നവര് ക്രിയാസ്ഥാനം മാത്രമേ ചെയ്യുള്ളൂ. മുഹൂർത്തക്കാരന് പഴയ കാലത്ത് ഒരു ക്രിയാസ്ഥാനം ജാസ്തി ചെയ്യണം. അന്നത്തെ കാലത്ത് 1 റുപ്യ, 1 റുപ്യക്കായി, പിന്നെ 2 റുപ്യയായി, പിന്നെ 5 റുപ്യയായി, ഇപ്പൊ 10ആയി, ഇപ്പൊ 100ഉം 500ഒക്കെ ആയി തുടങ്ങി. ആയിക്കോട്ടെ, സാരമില്ല. കാലക്രമേണ പിന്നെ ഇപ്പൊ ക്രിയാസ്ഥാനം എന്ന് പറയുന്നത് എല്ലാവരും കൊടുക്കാണ്ടായി. മുമ്പ് വന്നവർക്കെല്ലാം എന്ത് വേണം? ഏതേത് ഇല്ലത്താണോ ക്ഷണിച്ചിട്ട് അവിടുത്തെ കാരണവന്മാർക്കെല്ലാം ക്രിയാസ്ഥാനം കൃത്യമായിട്ട് കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഊണ് വെച്ച് സാധനം തിരിച്ചില്ലത്ത് കൊണ്ടുവച്ച് വരും, ക്രിയാസ്ഥാനം നിന്നില്ലാവുന്നുണ്ട്. ക്രിയാസ്ഥാനം കിട്ടിയിട്ടാന്നുള്ളത് അതൊരു നമ്മളെ ഇല്ലത്തിന്റെ പേരിനെ അവമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് കരുതിയത്. ക്രിയാസ്ഥാനം കൊടുക്കാൻ മറന്നുകൂടാ. നിങ്ങൾ ക്ഷണലിസ്റ്റ് ആക്കിയിട്ട് ഇന്ന ഇല്ലം അതിൽ പേര് ഇന്ന ആളുണ്ടെങ്കിൽ അവർക്ക് തറവാട്ട് കാരണം മാത്രമേ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മറ്റ് ഭാഗിച്ചു പോയതുകൊണ്ട് അവരെ വിളിച്ച് അവരെ കൊടുത്തോളണം. ഇല്ലം ഭാഗം കഴിഞ്ഞാൽ എന്ത് വേണം? അതിന് വേറെ വേറെ ക്രിയാസ്ഥാനം അതാത് ഇല്ലക്കാർ കൊടുത്തോളണം. ഭാഗം വെക്കുന്നവരെ കാരണവർക്ക് മാത്രമേ ഉള്ളൂ. അത് ഈ ക്രിയാസ്ഥാനം കൊടുത്തില്ലാതെ വലിയൊരു കുറ്റാണ്. അത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ചേന കായ എല്ലാം മുറിച്ചിട്ട് കൃത്യമായ അരി അടക്കം ഇല്ലത്തെ പ്രത്യേകിച്ച് വരും. അത്ര ഉപദ്രവമുള്ള പരിപാടിയാണ്. അതൊക്കെ ഒരു കാലത്ത് പ്രസ്റ്റീജായിരുന്നു. ഇപ്പൊ ഒന്നും ചിന്തിക്കാണ്ടായി. ഇപ്പൊ ആ ക്രിയാസ്ഥാനം കിട്ടിയാൽ അത് കിട്ടിയില്ലെന്നില്ല. അതിനെ കുറിച്ചൊന്നും ആർക്കും വലിയ ചിന്തയൊന്നുമില്ല. ആ കാലം മലയേറിപ്പോയി, കഴിഞ്ഞു. അന്ന് ഈ പറഞ്ഞ പോലെ, പക്ഷെ ഇപ്പൊ ഈ ആനുകൂല്യം, ദാനം മുഹൂർത്തക്കാരനൊക്കെ ആനുകൂല്യമുണ്ട്. ഈ ഇപ്പോഴും എന്തിന്റെ മുഹൂർത്തക്കാരനല്ല, നമ്മൾ ഇഷ്ടം പോലെ പോകുന്നതല്ലേ, മുഹൂർത്തത്തിന് പോകുന്നതാണ്. അപ്പോ ആ മുഹൂർത്തത്തിൽ ഇരുന്നാൽ അതിന് കുറച്ചൊരു ഇതുണ്ട്. ക്രിയാസ്ഥാനത്തിനും മറ്റേ കുറച്ച് റേറ്റ് ജാസ്തിയാണ്. ആയിക്കോട്ടെ, സന്തോഷം, നന്നായി വരട്ടെ ഒക്കെ വിചാരിക്കുന്നുണ്ടല്ലോ. അപ്പോ ഈ സമ്പ്രദായത്തിൽ ഇത്രയും ആൾക്കാർക്ക് പ്രായശ്ചിത്തം കൂടി നോക്കിയിട്ട് വേണം. അവസാനം നമ്മൾ എന്ത് പറഞ്ഞോളൂ? ഈ ദാനമുഹൂർത്തം ചെയ്ത് കഴിഞ്ഞാൽ അവരോട് തൊഴുത് കേൾക്കാൻ പറയണം. സ്വസ്തി സുമുഹൂർത്ത വസ്തു നമ്മൾ 3 വട്ടം പറയും. ആ 3 വട്ടം കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ? റൈറ്റ് സൈഡ്. വിശ്വാമിത്രം പറഞ്ഞതാണ്, അതായത് അതെ മഹാവിഷ്ണു പറഞ്ഞതാണ്, വിപ്രവാക്യം ജനാർദ്ദന. 2 വിപ്രന്മാർ നിങ്ങൾ മുഹൂർത്തം നോക്കി എല്ലാം ശരി, ഒന്നും നമുക്ക് അതൊന്നും പ്രധാനമല്ല. 2 ബ്രാഹ്മണന്മാരെ കൊണ്ട് എന്ത് ചെയ്യണം? ഒരു ദാനം ഒരു മുഹൂർത്തം ചെയ്യിച്ചിട്ട് എന്ത് ചെയ്യണം? സ്വസ്തി സുമുഹൂർത്ത വസ്തു എന്ന് പറയിപ്പിക്കണം. പറയിപ്പിച്ചാലേ എന്തായിക്കൊള്ളുന്നത്? മുഹൂർത്താവില്ല. ഞാൻ പറഞ്ഞ ആള് ജ്യോത്സ്യടുത്ത് പോയി കൊണ്ടുവന്നു, കൃത്യമായ മുഹൂർത്തം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ക്രിയയിറങ്ങാതെ ദാനം മുഹൂർത്തം നടത്തണം. നാന്ദീമുഖം പോലെയും മറ്റേ ഹോമം പോലെയും ആചാരങ്ങൾ മന്ത്രം പോലെ ഈ മുഹൂർത്തത്തിനും ദാനത്തിനും തന്നെ 2 ക്രിയാക്കാരനെ വേണം. 2 ക്രിയക്കാര് ഈ ദാന മുഹൂർത്തത്തിന് വേണം. ഇല്ലക്കാര് പറ്റില്ല, പുറമെയുള്ളവരിനെ വേണം. ദൈവത്തിനെ കിട്ടിയ ഉത്തമമായി എന്നുവെച്ചാല് ഇപ്പൊ നമ്മുടെ അടുത്ത് മുഹൂർത്തം വേണ്ടി പറയും, നിങ്ങൾ മുഹൂർത്തം ഉണ്ടാവില്ലേ ചോദിക്കും. ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ഉണ്ടാവും, ഞാൻ വരുന്നുണ്ട്, തലേന്ന് കൃത്യമായിട്ട് വരും, പെട്ടിക്കട്ട പറയും. അപ്പൊ അത് അങ്ങനെ ചെയ്യാം. അങ്ങനെ വിഹിതമായിട്ടുള്ള ഈ വിപ്രവാക്യം ജനാർദ്ദന ചിലതെന്ന് വെച്ചാല് ശകുനം കണ്ടിട്ട് മതി. അങ്ങനെ അതുകൊണ്ട് ശാകുനമുണ്ട്. നിമിത്തം കണ്ടിട്ട് വിവാഹം, അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ഈ തേങ്ങ തിരിക്കും, അങ്ങനെ നിമിത്തം കണ്ടിട്ട്. അത് വിശ്വാമിത്രൻ പറഞ്ഞത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു ശുഭനിമിത്തം കണ്ടിട്ട്, പശുവിനെ കണ്ടിട്ട്, മംഗല്യ സ്ത്രീനെ കണ്ടിട്ട്, നെല്ല്, അങ്ങനെയുള്ള നല്ല വസ്തുക്കള്, ഒറ,
നിലവിളക്ക്, മറ്റേ അങ്ങനെ ചേടി വരക്കല്, പല ഇതുകൊണ്ടല്ലോ, പിന്നെ ആയിരം തിരി, പല ഇതിൽ ഇഷ്ടംപോലെ ശുഭശോഭനങ്ങൾ ഇങ്ങനെ ഓരോ ദിക്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാണാം. ഈ വിവാഹത്തിന്റെ വിഷയത്തിൽ ഇഷ്ടം പോലെ ഈ നിമിത്തങ്ങളും ശകുനങ്ങളെല്ലാം ക്രിയേറ്റീവായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാകും. പിന്നെ ചെറിയ കുഞ്ഞള ഇത് ഇപ്പൊ നമുക്കന്ന് ഈ ഊഞ്ഞലൊന്നും ഇല്ലാണ്ട്, അന്നത്തെ കാലത്ത് ഊഞ്ഞാലെല്ലാം ഉണ്ട്. അപ്പൊ ഇപ്പോഴും തമിഴ്നാട്ടിൽ ഊഞ്ചൽ എന്ന് പറയുന്നത് ഊഞ്ചൽ സേവനുണ്ട്. ഈ കഴിക്കുന്ന രണ്ടുപേരും ഊഞ്ഞാലിൽ ഇരുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആടിക്കും, എന്നിട്ട് ലഡു പറക്കിയിട്ട് എറിയല്, അങ്ങനെ പല വിദ്യകളുണ്ട്. മറ്റേ ഈ ആരതി ഒഴിഞ്ഞ് കളയല്, അത് നമ്മളെ കൂട്ടത്തിലുണ്ട്. ഈ മറ്റേ ഈ 1000 തിരുവഴിയിലെ കൊണ്ടൊരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോ അത്തരത്തിലുള്ള കുറേ എന്താ പറയണ്ടേ ചടങ്ങുകളും സമ്പ്രദായങ്ങളും, അതൊന്നും അമന്ത്രകാണ് മുഴുവൻ, മന്ത്രകല്ല, അമന്ത്രകമായിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്തുണ്ട് ഈ വിവാഹത്തിന്റെ ചടങ്ങില് നടക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം പോരാത്തിന് ഓരോ സമയത്ത് ഓരോന്ന് പിടിപ്പിക്കും. പാൽക്കണ്ണാടി ആയിട്ടും ശരക്കോലായിട്ടും പിന്നെ ഇവരെ ഈ പേട് കണ്ടു തരണ്ടേ, അങ്ങനെ ആയിട്ടും പല തരത്തിലുള്ള പദ്ധതികളുണ്ട്. പിന്നെ ഈ മന്ത്രകോടിയാക്കല്, അതുപോലെ തന്നെ ഇത് മാലടിക്കല്, എന്തെല്ലാം വേഷങ്ങൾ കേൾക്കണം ഭഗവാനെ. അതെല്ലാം ഇതെല്ലാം എന്താന്ന് വെച്ചാല് അതിന് സമ്പ്രദായം എന്ന് പറയും, മന്ത്രമുള്ള ചടങ്ങ് എന്ന് പറയും. അപ്പൊ ചടങ്ങും സമ്പ്രദായങ്ങളും രണ്ടും കൂടി ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന സമ്പ്രദായം എന്തെന്ന് വിവാഹം എന്ന് പറയുന്നത്. ഓരോന്നിനും ഓരോ ഇതുണ്ട്. സെന്റിമെന്റാണ് ഇതൊക്കെ ബാധിക്കുന്നത്. എന്താന്ന് ചോദിച്ചുകൂടാ, അത് നമ്മൾ സെന്റിമെന്റാണ്. അങ്ങനെ ഒരു ഇപ്പോ കുട്ടീനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോ എന്താ വെച്ചാൽ അത് ആ ഡ്രസ്സ് പിന്നെ ഉപയോഗിക്കാനാവുന്നില്ല, ഉപയോഗിക്കാം, അങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങാനാവുക. ഓരോ കല്യാണ സാരി 20,000 30,000 കൊടുത്തവരാണ് മേടിക്കുന്നത്. അത് എടുത്തിട്ട് രണ്ടാമത് പോകാൻ അത് സൂട്ടിട്ട് പട്ടിയിൽ വെക്കാം, അത്രേ ഉള്ളൂ. ഈ വിവാഹത്തിൽ ഇടുന്ന സ്വർണ്ണവും മറ്റൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് പോയെങ്കിൽ ആള് പരിഹസിക്കും. അപ്പോ അതൊന്നും നടക്കുന്ന കാര്യമില്ല. പക്ഷെ എന്നാൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. വിവാഹത്തിന്റെ വേദിയിൽ അതൊക്കെ എന്താണ്, നമ്മളൊരു ദൈവത്തിനെ പോലെ കാണുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോ നമ്മളിപ്പോ ശ്രീകോവിലിന്റെ വിഗ്രഹത്തില് കളഭെല്ലാം ചാർത്തി അലങ്കാരങ്ങളാക്കി മാലെല്ലിട്ട് ഗംഭീരാക്കി നമ്മൾ തോന്നുന്നില്ലേ, ഇല്ലേ? തോന്നുന്നുണ്ട്. അതേ വേഷം നമുക്ക് പുറത്തുനിന്ന് മനുഷ്യന്മാർ കെട്ടാനാവുക ആവില്ല. ആ തമ്പാച്ചിക്ക് നമ്മൾ ഗർഭഗൃഹത്തിനുള്ള ശ്രീകോവിലുള്ള കെട്ടുന്ന ആ വേഷങ്ങളൊന്നും നമുക്ക് മനുഷ്യന്മാർ കെട്ടിയ ഒരു ഭംഗി ഉണ്ടാവും. അത് നമുക്ക് ചിന്തിക്കാൻ കൂടി ആവില്ല. അങ്ങനെ കെട്ടി നമ്മളെ മുഖത്തുള്ള കളഭം വൃത്തിയായിട്ട് പറ്റിച്ച് പൊട്ടെല്ലാം തൊട്ടിച്ച് മിന്നെല്ലാം ചാർത്തിയിട്ട് നല്ല മാലയിൽ ഇടിച്ചിട്ട് ശംഖും ചക്രവും നദിയെല്ലാക്കി ഇങ്ങനെ വെച്ച് നിർത്തിയാൽ അത് കൊള്ളാം. അപ്പൊ അത് അതുപോലെയാണ് ഈ വിവാഹം. നമ്മൾ അവരാ മനുഷ്യന്മാരായിട്ട് കാണുന്നില്ല പല ദിക്കിലും. എന്നുവെച്ചാൽ ഒന്നുകിലെ ലക്ഷ്മി മഹാവിഷ്ണു അല്ലെങ്കിൽ പാർവതി പരമേശ്വരന്മാരായിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ സങ്കല്പം തന്നെ, വിവാഹ സങ്കല്പം തന്നെ ഒരു എന്താ പറയണ്ടേ ഹൈലി ഡെപ്ത് ഉള്ളതാണെന്ന് അർത്ഥം. അതൊരു എന്താ പറയണ്ടേ നമ്മൾ പുനർജന്മെന്നോ അതിന്റെ പുതുമ അന്ന് വെച്ചാൽ മുമ്പേ പറയുന്നുണ്ട്, പ്രസവിച്ച പശുവിനെ കാണാനും കല്യാണം കഴിച്ച ദമ്പതികളെ കാണാനും എന്തുകൊണ്ട് ക്ഷണിക്കണ്ട. അങ്ങനെയുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു പശു പ്രസവിച്ചു, ആ പ്രസവിച്ച പശുവിന്റെ സന്തോഷം കാണാൻ അത് നിങ്ങൾ ക്ഷണിക്കണ്ട. നിങ്ങൾക്ക് ക്ഷണിക്കാണ്ട് പോയിട്ട് എന്ത് ചെയ്യാം, ആ പശുവിനെ കണ്ടിട്ട് പുല്ലോ ഈ അഗസ്തി ചീരാവുന്ന സാധനമുണ്ട് പ്രസവിച്ചാൽ കൊടുക്കുന്നത്, ആ ചീരെല്ലാം കൊടുത്തിട്ട് പശുവിന് 2 തളകളെല്ലാം ഇറങ്ങിയിട്ട്. അതുപോലെ നമുക്കിപ്പോ ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷണിക്കണമെന്നില്ല. നമുക്ക് പോയിട്ട് ആ ദമ്പതികളെ കണ്ടിട്ട് അവർ ആ സമയത്തുള്ള സന്തോഷം കണ്ട് തോന്നിട്ട് 2 അരിയും പറക്കിയിട്ടിട്ട് കുറെ മൂന്ന് കഴിച്ച് വരുന്നതിന് വലിയ അബദ്ധമില്ലാന്ന്. പഴയ കാലത്ത് ഇതുള്ളതാണ്. പ്രസവിച്ച പശുവിനെ കാണാനും കല്യാണം കഴിച്ച ദമ്പതികളെ കാണാനും എന്തുകൊണ്ടാ ക്ഷണം വേണ്ട. അത്രയധികം പാവനമായിട്ടും അതുപോലെ തന്നെ അതിന്റെ എന്താ പറയണ്ട അതിന്റെ ഡെപ്ത്, അതിന്റെ ആ ചടങ്ങുകള്, അതിന്റെ സമ്പ്രദായങ്ങള്, മന്ത്രാർത്ഥങ്ങള്, അതുപോലെ തന്നെ ഇതിന്റെ മുഹൂർത്ത വിധികള്. പറഞ്ഞ 7 ഗ്രഹേ പറ്റില്ല. 7ാം ഭാവാണ് വിവാഹ ഭാവം. നാടെ ഗ്രഹേ പറ്റാണ് എന്താ ചെയ്യാം. അതെ, ഈ ഉള്ള നക്ഷത്രത്തിന് ഗ്രഹം പറ്റില്ല, സഗ്രഹ നക്ഷത്രം. ഇങ്ങനെ 2 ഗ്രഹം വന്നാൽ അത് പറ്റില്ല, ഇല്ലേ? എത്ര കുടുക്കുകൾ നോക്കിയാട്ടെ. ഇതെല്ലാം വളരെയധികം ചില വിഹിത നക്ഷത്രങ്ങള്, ചില മാസങ്ങള്, അതെല്ലാം ഓരോ കാരണങ്ങൾ കൊണ്ട് എന്താക്കി അവോയ്ഡ് ചെയ്ത് ഇതിനെന്തോ വലിയൊരു സംഭവം ആക്കിയിട്ടാണ് ആര് നോക്കുന്നത്, നമ്മുടെ ആചാര്യന്മാര് അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരൊക്കെ ചെയ്തിരിക്കുന്ന അർത്ഥം. അത്രയധികം ഡെപ്ത് ഉണ്ട്. അതൊരു എന്താ പറയുക ആശ്രമധർമ്മ പ്രവേശം, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വരുന്ന നമ്മള് എന്താ പറയണ്ടേ അരുന്ധതി നക്ഷത്രത്തിന് കാണല്, അതുപോലെ തന്നെ ദർശപൂർണ്ണ മാസം കഴിക്കല്, അതുപോലെ തന്നെ പഞ്ചമേഹനി, മൈത്രി ഉണ്ടാവല്, ദശമേഹനി, ഇതെല്ലാം ഓരോ അംഗങ്ങളെ കുറിച്ച് തന്നെ ആലോചിച്ചാൽ തലയിട്ടു. അത്രയധികം എന്തുണ്ട് ഇതിനൊക്കെ. ഓരോന്നിനും ഓരോ തരത്തിലുള്ളതായിട്ടുള്ള പ്രാധാന്യം ഈ വിവാഹ ധർമ്മത്തില് പറയുന്നത്. പല സ്മൃതിയിലായിട്ടും പരാശരനായിട്ടും നമ്മളെ യാജ്ഞവൽക്കരായിട്ടും മനുവായിട്ടും അതുപോലെ തന്നെ വിവാഹ സമ്പ്രദായങ്ങളെ കുറിച്ചിട്ടും ഇതിന്റെ ശേഷം പത്നീധർമ്മത്തിനെ കുറിച്ചിട്ടും പതിധർമ്മത്തിനെ കുറിച്ചിട്ടും വൻതോതിലെന്ത് പറയുന്നുണ്ട്, വിവരിക്കുന്നു കാര്യങ്ങളുണ്ട്. അതിന് ഇത്രയധികം എന്തുണ്ട് മുഹൂർത്തത്തിന് കൃഷ്ണത്തിന്റെ അർത്ഥം. ഇത് ഒരാളെ കൊണ്ട് പറയിപ്പിച്ച് കിട്ടണമെങ്കിൽ വലിയ പണിയാണ്.
ഇത്രയധികം പ്രായശ്ചിത്വം ബാക്കി കാര്യങ്ങൾ ഗ്രഹശാന്തി നിർബന്ധമായിട്ട് ഉപനയനത്തിന് വിവാഹത്തിനാണ് കാര്യമായിട്ട് വേണ്ടത്. ജീവബ്രഹ്മൻ മറ്റേ പറ്റില്ല, കുറിച്ചബ്രഹ്മം പറ്റില്ലായിരുന്നു, വിവാഹത്തിന് കുറിച്ചബ്രഹ്മം പറ്റില്ല, ജീവബ്രഹ്മം തന്നെ വേണം ഉപകാരത്തിനൊക്കെ. ജീവബ്രഹ്മൻ വേണം, ഗ്രഹശാന്തി വയ്ക്കണം. അതിനുശേഷം ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ എക്സെപ്ഷൻ ഒക്കെ നോക്കിയിട്ട് ഇതിന്റെ പ്രായശ്ചിത്തങ്ങൾ മുഴുവൻ ചെയ്തതിനു ശേഷം സ്വസ്തി സുമുഹൂർത്ത വസ്തു പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സപ്തപതി തുടങ്ങാം. സഹായ സപ്തപത, ഏകവിഷയ വിഷ്ണുസ്വാൻമേതു ദേവൂർജ, അതല്ല എന്ത് നല്ല മന്ത്രം അതൊക്കെ. ഏകവിഷയ വിഷ്ണുസ്വാൻ വെച്ചാൽ ഈ സപ്തപതി കൊണ്ട് എന്താ ഈ സഹായ സപ്തപത ഫ്രണ്ട്ഷിപ്പ് വന്നു. അത് ഈ മിത്രോസി എന്ന് പറയുക ഉറപ്പില്ലാത്ത മിത്രോസി ആയി പേര്. അതിന് കുറച്ച് കഴിയുമ്പോൾ എന്താന്ന് വെച്ചാല് ഏകവിഷയ വിഷ്ണുസ്വാൻ, ഓരോ ഈ ഇവിടെ വധുവിന്റെ ഗർഭപുല്ല് വെച്ചിട്ട് ഓരോ കാലെടുത്ത് പറക്കി വെക്കല്ലേ. ഏകവിഷയ വിഷ്ണുസ്വാൻമേതു ഇഷയത്വോർജയത്വായവസ്ഥോപായവസ്ഥ ദേവോവസ്ഥവിതാ യജുർവേദത്തിൽ ആദ്യത്തെ മന്ത്ര. ഇഷയ വിഷ്ണുസ്വാൻമേതു ഊർജേ വിഷ്ണുസ്വാൻമേതു വ്രതാനി. ശേഷം പിന്നെന്തായി, ഇത് ഈ വിവാഹം കഴിച്ചിൽ എനർജി കിട്ടിയാത്തായി പിന്നെ ധൈര്യമല്ലോ. വ്രതാനി വിഷ്ണുസ്വാൻമേതു ചത്വാരി മായോഭവാനി, എന്ന് വെച്ചാൽ വീടും പുറപ്പും ഇതിലാക്കണ്ടേ, അതിന് ശേഷം വേണ്ടതല്ലേ ഇതല്ലോ വീടാക്കണം. അങ്ങനെ പഞ്ചപശുഭ്യ, അത് കഴിഞ്ഞാൽ എന്തായി അന്നത്തെ കാലത്തെ സമ്പത്ത് ഗോൾഡ്. ഇപ്പൊ നമ്മൾ ഗോൾഡ് മറ്റേ ഷെയർസ് ഇതൊക്കെ വാങ്ങിയിട്ടില്ലാക്കുന്ന പോലെ അന്നത്തെ കാലത്ത് എന്താണ് പശു, എരുമ, അങ്ങനത്തെ എല്ലാം ആട്, ഇതൊക്കെ കുതിര, ഇതൊക്കെ സമ്പത്തായിരിക്കുന്നത്. ഇത്ര പശുക്കളുണ്ട്, ഇത്ര എരുമയുണ്ട്, ഇതൊക്കെ പറഞ്ഞാൽ വലിയൊരിതാണ്. ഇത്ര ഏക്കർ പറമ്പുണ്ട്, ഇത്ര പറ നെല്ല് കിട്ടുന്ന കൃഷിയുണ്ട്. ഇതൊക്കെ അന്നത്തെ കാലത്തെ പണക്കാരുടെ ലക്ഷണമാണ്. ഇപ്പോഴതെല്ലാം പോയി. ഇപ്പോ കറൻസിയുടെ മേലെ, കറൻസി, സ്വർണം, അസറ്റ്സ്, ഇതൊക്കെയാണ് അത് കാണിക്കാനുള്ള കുറെ വസ്തുക്കൾ. അന്നത്തെ കാലത്തെ സാമ്പത്തിക കൾച്ചറിൽ അങ്ങനെയായിരുന്നു. ചക്കുണ്ട് സ്വന്തമായിട്ട്, അല്ലെ, എണ്ണയാട്ടുന്ന ചക്കുണ്ട്, വാണി എണ്ണയാട്ടാൻ വരും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് കുതിരലായുണ്ട്. അതൊക്കെ വലിയ ആളായി. അപ്പോ ആനയുണ്ട് കൊണ്ട് നമ്മൾ ചോദിക്കേ വേണ്ട. ആനയുണ്ട്. ഇന്ന് പണ്ട് കാലം നമ്മൾ പറയാം TV ഉണ്ടായില്ല വീടാകുന്നു, ആന്റിന കൊടയുള്ള വീടാന്ന് ഞാൻ തന്നെ പറഞ്ഞു. ആ വീട്ടിൽ കൊടയിട്ടോ, കൊട വെച്ച വീട്, ഫോണുള്ള വീട്, ഫ്രിഡ്ജിന്റെ എന്റെ വലിയ അതിശയമായിട്ട് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഇത് അന്നത്തെ കാലത്ത് പഞ്ചപശുദ്ധോ വിഷ്ണുസ്വാൻമേതു ഷഡ് രായസ്പോഷാണ്. ഇത് അനുഭവിക്കണ്ടേ. ഈ സമ്പത്തിലുണ്ടാക്കി തീക്കായി ഇലടിച്ച് കൂട്ടിയാൽ പോലെ കത്തിച്ച് കായും വേണ്ടേ. അത് രായസ്പോഷാണ്. അത് എന്താണ് സഹായ സപ്തപത. ഒന്നാമത്തെ മന്ത്രം മുതൽ നമുക്ക് അറ്റാച്ച്മെന്റ് ഓരോ സ്റ്റേജില് ധർമ്മപത്നിയായിട്ട് വരുന്ന ഘട്ടങ്ങളാ പറയുന്നത്. ഈശയെ അന്നേരം ഈ ശരീരത്തിന്റെ മേലെ ആഗ്രഹങ്ങളാണ്. ഊർജ്ജതാമതായി കുറച്ച് മക്കളെല്ലായിട്ട് ലേശം ഇത് വന്നു. കുറച്ചുകൂടി നമ്മൾ അറ്റാച്ച്മെന്റ് ജാസ്തി ആയി. മക്കളമ്മയല്ലേ വിടാൻ പറ്റുമോ? അപ്പോ വ്രതായി എന്തായി എന്റെ ഈ പ്രശ്നം ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുണ്ടാവും. അത് ആ മന്ത്രത്തിന്റെ ഡെപ്ത് നോക്കിയാലുള്ളതാ. ചത്വാരി മായോ ഭവാനി, ഇതുണ്ടെങ്കിൽ അതല്ലേ ഉള്ളൂ. ഗൃഹിണി ഗ്രഹമുച്ചത്, വെറുതെ പറയുന്നു. ഗൃഹിണി ഗ്രഹമുച്ചത്, അതുണ്ടെങ്കിലേ ഗൃഹമുള്ളൂ, ഇല്ലാണ്ട് ശൂന്യായി പോലെ. അതിപ്പോ നമുക്ക് തന്നെ അറിയില്ല. അമ്മാർ വളർന്ന മക്കളെ ഉഷാറൊന്നും അച്ഛന്മാർ വളർന്ന മക്കൾക്കില്ല. ഇതുണ്ടെങ്കിലേ അതൊക്കെ ഉള്ളൂ. അപ്പോ പഞ്ചപശുഭ്യ, ഇതെല്ലാം ആദ്യം ചോദിക്കുന്നത് അല്ലെ, എന്താണ് കൈമേല് എത്ര മക്കളുടെ ആദ്യം ചോദിക്കുക അല്ലെ. ആദ്യം ചോദിക്കാൻ എന്താണ്, എത്ര മക്കളുടെ, മക്കളെന്താ ചെയ്യുന്നത്, അതാണ് എല്ലാവരോടും ചോദിക്കുക. ഞാൻ കല്യാണം കഴിച്ചില്ല തലവരി അതൊക്കെ ഒരു ഉപദ്രവമാണ്. നമ്മുടെ സമൂഹത്തില് ജീവിക്കണമെങ്കിൽ എത്ര മക്കളെന്ത് ചെയ്യുന്നു, ഭാര്യ എന്താക്കുന്നു, കുടുംബം ഉണ്ട്. അതാണ് കുടുംബത്തിന്റെ വിഷയം. ഇന്നും ഭാരതീയ കുടുംബ വ്യവസ്ഥ ഈ ഏകവിഷയ വിഷ്ണുസ്വാൻമേതു ദേവോർജ വിഷ്ണുസ്വാൻ അതിൽ തന്നെ ഉണ്ട്. അത്ര ഷഡ് രായസ്പോഷാണ് റിട്ടയർമെന്റ് ആയി അല്ലേ. രായസ്പോഷാണ് വിഷ്ണുസ്വാൻ. ഇത് ഉള്ളതാക്കിയല്ലോ സുവാരിനെ അങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിട്ട് അതല്ലേ. ഒരു നേരമെങ്കിലും ഒരു പാട്ടുകളുണ്ട് പഴയ, ഒരു നേരമെങ്കിലും ഒന്നിച്ചിരിക്കണം ഓരോ കഥ പറയാൻ. പഞ്ചമി ചന്ദ്രിക സിനിമ പാട്ടൊക്കെ ഇല്ലേ അന്നത്തെ കാലത്ത്, അതൊക്കെ ആലോചിച്ചാൽ മതി. അപ്പൊ എന്താ ഈ സഹായ സപ്തപത, ആടെയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വർദ്ധിക്കുന്ന അർത്ഥം. എന്നുവെച്ചാൽ അറ്റാച്ച്മെന്റ് ഓരോ മന്ത്രത്തിൽ ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ അന്നേരം മന്ത്രം പറയുന്നുണ്ട്. പക്ഷെ ആ മന്ത്രം നമ്മൾ എന്തായി 7 തലമുറ വരേക്ക്, അല്ലെങ്കിൽ നമ്മൾ 7 ജീവിതത്തിന്റെ സ്റ്റേജിൽ എങ്ങനെ വേണം നിങ്ങൾക്ക് 7 ശരിയാക്കി എടുക്കാന്നർത്ഥം. അങ്ങനെ നമ്മൾ അന്വേഷിച്ചിട്ട് വേണം എന്തെന്ന് ഈ ഗാർഹസ്ഥ്യം എന്ന് പറയുന്ന ആശ്രമത്തിലേക്ക് ആയിട്ട് മമ ഹൃദയസ്തു മമ ചിത്തേ ചിത്തമസ്തുതേ സ്പൃശാമി ദേഹമംഗാൻ, അത്തരത്തിൽ ധാരാളം മന്ത്രങ്ങളൊക്കെ അവരുണ്ട്. ചക്രഭാഗം നദീ കുറെ ധാരാളം മന്ത്രങ്ങൾ. ഇത് വേണ്ടിയിട്ട് പ്രൈഷം എങ്ങനെയൊക്കെ ഈ ഇത് അവരുടെ ഗൃഹസ്ഥാശ്രമ ഘട്ടത്തിൽ നമ്മൾ പത്നിനെ എങ്ങനെയൊക്കെ സൂക്ഷിക്കണം, അതുപോലെ പത്നീനെ എങ്ങനെയൊക്കെ ശുശ്രൂഷിക്കണം, ഇതിനെ കുറിച്ചൊക്കെ എന്തുണ്ട്. ഇപ്പൊ വേളി പ്രേക്ഷണം പറയാണ്ടായി. ഇപ്പൊ പ്രേക്ഷം ഒട്ടാകെ ഒരു ദിക്ക് ഉപനയന പ്രേക്ഷം പോയി. ആ പ്രേക്ഷമൊന്നും ഇല്ല. ഇപ്പം ബോധാനത്തിൽ പറയുന്ന ഒരു പ്രേക്ഷങ്ങളില്ല. പ്രേക്ഷം മറ്റേ ഇത് മാത്രം കേൾക്കുന്നില്ല. അത്യാവശ്യം സാവിന്റെ കേരളത്തിൽ അത്യാവശ്യം ഇപ്പൊ കേൾക്കുന്നുണ്ട്. ദേവോദിപ്പന്മാരിങ്ങനെ ഒന്നാമത്തെ ദിവസത്തെ കേൾക്കുന്നില്ല. മറ്റു ബാക്കിയെല്ലാം എന്തായി പ്രേക്ഷമൊന്നും പറയാണ്ടായി.
ഓപ്പറേഷൻ ഒന്നും ആരും ചോദിക്കുന്നില്ല. വേളി ഓത്ത് തന്നിട്ടുണ്ടായിരുന്നു, അതും പോയി. അത് ഓത്ത് ചെല്ലാൻ ആളെ കിട്ടുന്നില്ല. വേദം പഠിച്ച കുഞ്ഞുങ്ങളോ ആൾക്കാരും ഉണ്ടെങ്കിൽ വേളി ഓത്ത് കിട്ടുമല്ലോ. അപ്പൊ അതില്ലാണ്ടായി. പിന്നെ ഈ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കഴിക്കുന്നതുകൊണ്ടെന്ന് പറ്റുന്നത് വെച്ചാല് പലതും എന്താ കട്ട്ഷോട്ടായി പോകുന്നുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഈ കാച്ചി മുക്കിയിട്ട് അവസാനം ഈ തീരത്തിന് കൊണ്ട് സൂക്ഷിക്കണം. അന്ന് കേൾക്കുന്ന അഭിപ്രായം ആരപ്പോ വിളിച്ചു, ആരപ്പം തിരക്കൈ കൊടുത്ത് വിളിച്ചിട്ട് സദ്യക്ക് പോകേണ്ട തിരക്കായില്ലായിരിക്കും. പിന്നെ ഫോട്ടോ എടുപ്പ് ഉയ്യാതെ അപ്പുറം ഇപ്പുറം കുറെ കേൾക്കാൻ ശബ്ദങ്ങളല്ല. അത്രയല്ലോ നമുക്ക് അത്ര നമ്മൾ സ്വസ്തി സുമുഹൂർത്ത വസ്തു ഇങ്ങോട്ട് വരും. പിന്നെ എന്താ വെച്ചാൽ ആയിക്കോട്ടെ, നമ്മൾ സദ്യ ഉണ്ടാകും പോയിക്കോളാം, നമ്മളെ പറ്റില്ല എല്ലാവരായി നോക്കണം. എന്ത് ചെയ്യാനാ, കാലത്തിന്റെ പോക്ക്. കുഞ്ഞുങ്ങളല്ലേ, അവരൊന്നും കളിച്ചുകൊണ്ടിരിക്കും, നമുക്ക് അതൊന്നും കണ്ടുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പോ അത്തരത്തിലുള്ള വിവാഹത്തിന്റെ ആ സാങ്ക്ടിറ്റി, അതുപോലെ തന്നെ അതിന്റെ മുഹൂർത്തത്തിന്റെ കാര്യങ്ങള്, അതില് ഒഴിവാക്കേണ്ട കാര്യങ്ങള്, അതിൽ എടുക്കേണ്ട നക്ഷത്രങ്ങള്, തിഥിശുദ്ധി, നക്ഷത്രശുദ്ധി, ഗ്രഹശുദ്ധി, ലഗ്നശുദ്ധി, ഇത്രയും കാര്യങ്ങൾ എന്ത് വേണം, എല്ലാം പരിപാലിച്ചാൽ വരജനിഭ ദിശാമധ്യ ജന്മാസ്ത ഖേടാഹ, 7 ഗ്രഹം വരുന്ന സമയത്ത് ഒന്നും പറ്റില്ല, വിവാഹം പറ്റില്ല. അതിന് ചൊവ്വേനെ മാത്രം ഒഴിവാക്കണ്ടു, ബാക്കിയെല്ലാം നിങ്ങൾക്ക് എടുക്കാന്ന് ആര് പറയുന്നുണ്ട്? ധാരാളം എടുക്കാന്ന് മുഹൂർത്ത പദവികാരൻ തന്നെ സമ്മതിക്കുന്നു. എഴുതിയില്ല ആളെന്നെ വ്യാഖ്യാനത്തിൽ നിന്നാക്കുന്നുണ്ട്, അതെല്ലാം ശരിയാക്കാന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ വിവാഹത്തിന് ശേഷം വരുന്ന നിഷേക മുഹൂർത്തം ഇന്നത്തെ കാലത്തിന് കണക്കാക്കിയിട്ടാണ്. 18 വയസ്സിൽ വിവാഹത്തിന് കണക്കാക്കിയിട്ടാണ്, അതായത് പ്രൗഢാവിവാഹത്തിന് കണക്കാക്കിയിട്ട്. 18 വയസ്സെന്നല്ല, മുമ്പ് അപ്രൗഢാവിവാഹമായിരുന്നു. അത് പ്രൗഢായതിനു ശേഷം പിന്നെ ഒരു ശുഭമുഹൂർത്തം നോക്കിയിട്ട് ആ വിധിവിഹിതമായിട്ട് 4-ാം ദിവസം വരെ അശുദ്ധി ഉണ്ടല്ലോ. അപ്പോ അതിനെ ശേഷം ഒരു ഇതിലാക്കിയിട്ടൊക്കെയാണ് ഉണ്ടായിരുന്നത്. ബാല്യവിവാഹത്തിന്റെ പഴയ യാജ്ഞവൽക്കൻ മറ്റേ മനുവലാൽ. പിന്നെന്താന്ന് വെച്ചാല് കാലക്രമേണ പ്രൗഢാവിവാഹം വന്നു. 18 വയസ്സിന് ഗവൺമെന്റിന് വന്നു. അങ്ങനെ കാലങ്ങൾ പോയി എന്താക്കി, വിവാഹത്തിൽ കഴിഞ്ഞിട്ട് 4-ാം ദിവസം എന്താവാം, 3 ദിവസം അന്നത്തെ കാലത്തെ എന്താണ്, വിവാഹാത്പരം ദിനത്രയം. ബാല്യവിവാഹമായാലും എന്ത് വിവാഹമായാലും വിവാഹാത്പരം ദിനത്രയം ആയിരിക്കാന്ന് ദേവന്മാർക്ക് വിധിച്ചതാണ്. പിന്നെ നിഷേധം മന്ത്രപൂർവകമായിട്ടാണ് കഴിച്ചു നോക്കാം. നിഷേധം ഒന്നും ചെയ്യാനാവില്ല, എന്നുവെച്ചാൽ ആ വയസ്സംഗത്താവല്ലോ. മന്ത്രപൂർവകം മാത്രമായിട്ട് എന്ത് ചെയ്യാം, ആ എണ്ണങ്ങൾ മാത്രമാണ് കഴിച്ചു വെക്കാം. പിന്നെ കാലക്രമണത്തില് എന്തായി, ഈ ഋതുവല്ലായിട്ട് പൂർണ്ണ ഷോഡശ വർഷ സ്ത്രീ, പൂർണ്ണ ഷോഡശ വർഷമായ എന്തായി, ഭർത്താവിന്റെ കൂടെ ഇത് പറഞ്ഞ പോലെ തന്നെ ബന്ധപ്പെടാനുള്ള ഇതായി. 16 കഴിഞ്ഞാല്, 12 കഴിഞ്ഞാല് പുഷ്പവതിയായി. അതുപോലെ തന്നെ വത്സരാ ദ്വാദശാദൂർധ്വം, 12 വയസ്സ് കഴിഞ്ഞാൽ പുഷ്പവതിയായി കഴിഞ്ഞാല് 4 കൊല്ലം എന്ത് വേണം, ആ പൂത്ത് ഒരു രസായി ആവാൻ 16 വയസ്സാവും. പ്രാപ്തേത് ഷോഡശേ വർഷം. അപ്പോ 16 തികഞ്ഞാണ്ടായി, ഷോഡശം പ്രാപ്തിയായ 17ആയി. നമ്മളവിടെ പറയില്ല, സ്വീറ്റ് 17 നമ്മൾ പറയുന്നില്ല ഇഷ്ടം പോലെ. അപ്പോ അത്തരത്തില് ഈ കന്യക ഇത് വിവാഹം കഴിഞ്ഞ ഇവള് എന്ത് വേണം, പ്രൗഢയായി കഴിഞ്ഞാല് പിന്നെന്ത് ചെയ്യാം, അന്ന് നമ്മൾ ഇത് കഴിച്ചു വെച്ചിട്ടുണ്ട്. അന്ന് 8-ാം വയസ്സിലോ 9-ാം വയസ്സിലോ മന്ത്രങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന അർത്ഥം. എന്താണ് ഈ കുഞ്ഞുക്ക് നിഷേധമെന്നോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ആ വയസ്സിൽ അറിയാനുള്ള 12 വയസ്സ് കൂടി 12 വയസ്സ് പയ്യനെ 8-9 വയസ്സായിട്ടുണ്ടാവും. ഓക്കെ, ഒരു 5-6 7 വയസ്സായിട്ടുണ്ടാവും. 8 വയസ്സിന് മുമ്പ് കഴിച്ചു കൊടുക്കണ്ടേ, വിവാഹം കഴിക്കണം. അപ്പോ എന്ന് വെച്ചാൽ എന്തെന്നോ അച്ഛനും അമ്മ എന്തെല്ലോ കാണിക്കുന്നുണ്ട്, നമ്മളും കുറെ തേക്കെടുത്ത് ഉരുട്ടും. അന്നത്തെ കാലത്ത് കുറെ വിവാഹം എന്തെല്ലോ തെരിയല കാണുന്നില്ല. എന്തെന്ന് അത് നോക്കാം, ആരും കുഞ്ഞൊന്നും അറിയില്ല. അന്നത്തെ അറിയാണ്ട് ആ ബാല്യവിവാഹം എന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോ അതെല്ലാം പിന്നെ എന്തായി, ഇപ്പൊ കഥകളായി മാറി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായി, പിന്നെ പ്രൗഢാവിവാഹം ആയി. പിന്നെ ഇപ്പറഞ്ഞ പോലെ ഇപ്പൊ എന്തായി, ഗവൺമെന്റ് നിയമം വരുന്നു, 18 വയസ്സായി. ഇപ്പൊ പിന്നെ സ്വയം നിയമം കൊണ്ടുവന്നു, 25 കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുന്നില്ലോ, അങ്ങനെയാക്കി. അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല, അതുകൊണ്ടൊന്നും അപകടം വരാനില്ല. വിവാഹാത്പരം ഇപ്പോഴത്തെ ഈ മുഹൂർത്തം എന്ന് പറയുന്നത് നിഷേധത്തിന്റെ മുഹൂർത്തം സേകം ചതുർത്ഥാം നിശി, 4-ാമത്തെ ദിവസം. വിവാഹാത്പരം ചതുർത്ഥേതിന് എന്ത് ചെയ്യാം, 3 ദിവസം ദേവന്മാർക്ക് അന്നും ഇന്നും എന്നും ഒരുപോലെ അനർത്ഥം. 4-ാം ദിവസം നിഷേകാവാം. നിഷേകം നിർബന്ധമില്ല, മന്ത്രപൂർവമായിട്ട് നിഷേകം ക്രിയ ചെയ്തിരിക്കണം. നിഷേകം ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പോ അത് ഈ പറഞ്ഞ പോലെ ഉള്ളിൽ ദമ്പതികളത്തിന് ബാധലും പുറത്തേക്ക് മന്ത്രങ്ങളും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്താലായി. അത് അതൊന്നും പ്രസക്തിയില്ലാണ്ട് ആരും ഇതൊന്നും കഴിക്കുന്നില്ല. ഇപ്പൊ അത് താന്യമുഖം ഇതെല്ലാം വേണ്ട തന്നെയാണ്. ശേഷഹോമം എന്നാണ് ആ ഹോമത്തിന്റെ പേര്. അതൊന്നും എന്തായി, അതെല്ലാം ഇപ്പൊ ഉണ്ട് എന്ന് പറയും, കഴിയും. വിവാഹം കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കുന്നത് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ ചെയ്തിരിക്കും. ഉണ്ടായിട്ടിരുന്നാലായി നല്ലവരായി. ഏതായാലും ഇങ്ങനെ ഒരു മുഹൂർത്തം ഉണ്ടെന്ന് അറിയാതെ നമുക്ക്. സേകം ചതുർത്ഥാം നിശി, പകല് പറ്റില്ലല്ലോ.
സേകം ചതുർത്ഥാം നിശി ഉത്തരസ്യാം 5-ാമത്തെ ദിവസം പാടില്ല. വിവാഹാത്തരം പഞ്ചമേ ദിനേ രാത്രവും 5-ാമത്തെ ദിവസം രാത്രി എന്ത് പറ്റില്ല, നിഷേകം പറ്റില്ല. പിന്നെ ഏതൊക്കെ നക്ഷത്രങ്ങൾ എടുക്കാം? മഖാനക്ഷത്രം, അസുര നക്ഷത്രം, ബാലാന്നവിഹിതങ്ങളായിട്ടുള്ള നക്ഷത്രം, മകം, മൂലം എടുക്കാം. അപ്പൊ അന്നവിഹിത നക്ഷത്രങ്ങൾ ഏതെല്ലാം ചോദിക്കുന്നത്, എഴുതിക്കോ. തൃക്കേട്ട എടുക്കാൻ പറ്റാത്തതാണ്, അന്നത്തിന് എടുക്കാൻ പറ്റാത്തതാണ് ഞാൻ പറയുന്നത്. തൃക്കേട്ട, തിരുവാതിര, ഭരണി, കാർത്തിക, ആയില്യം, മകം, പൂരം, പൂരാടം, പൂരട്ടാതി, പിന്നെ വിശാഖം, മൂലം. ഇത്രയും നക്ഷത്രങ്ങളൊന്നും പറ്റില്ല, ബാലാലത്തിന് പറ്റില്ല. സംസ്കൃതത്തിൽ പറയുന്നത് വെച്ചാൽ ഈ മുഹൂർത്തം വരുന്നുണ്ട്. ജ്യേഷ്ഠാർദ്രായ അപകൃത്യഘോരക മഖാ പൂർവാ വിശാഖാസുര. ജ്യേഷ്ഠ തൃക്കേട്ട, ആർദ്ര തിരുവാതിര, യമ ഭരണി, കൃത്തിക കാർത്തിക, ഉരക ആയില്യം, മഖ മകം, പൂർവ പൂരം, പൂരാടം, പൂരട്ടാതി, പൂർവാത്രയം, പൂരാടം, പൂരട്ടാതി 3 വിശാഖം, ആസുര, മൂലം. ഇത്രയും നക്ഷത്രങ്ങളൊന്നും പറ്റില്ല, ബാലാന്നത്തിന് പറ്റില്ല. ചോറൂണ് പറ്റാത്ത നാളുകളാണ്. ഈ ചോറൂണ് പറ്റാത്ത നാളുകളേലും പറ്റില്ല, സേകത്തിന് പറ്റില്ല. പക്ഷേ മഖവും പറ്റും, മൂലവും പറ്റും. മഖവും മൂലവും പറ്റും. ബാലാന്ന വിഹിതം അല്ലെങ്കിലും മഖവും മൂലവും നിഷേധത്തിന് പറ്റും. ബാലാന്ന വിഹിത താരങ്ങൾ പറ്റില്ല. ഈ ശ്ലോകം നിങ്ങളുടെ സിലബസിൽ ഞാൻ ഇട്ടിട്ടില്ല. എന്ന് ചെയ്ത് കാലപ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയത്. ഇതൊന്നും വലിയ, ഇതെല്ലാം വെറുതെ ധർമ്മശാസ്ത്രം അറിയാതെല്ലാണ്ട് വേറെ വലിയ കൊണ്ട് ആരും ഉപയോഗിക്കുന്നില്ല. നല്ല പഠിക്കണ്ട. നിഷേധത്തിന് മുഹൂർത്തം പഞ്ചാംഗത്തിലുണ്ട്, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ആരെയും ഇത്തരം കഴിക്കുന്നില്ല. കന്യാ രക്തം പറ്റില്ല. സ്ത്രീ മുമ്പ് മഖ, അസുര, അന്നർഷം പറ്റുന്നവരല്ലോ. അന്നർഷം പറ്റില്ല എന്ന് പറഞ്ഞു. അന്നർഷം മാത്രമേ പറ്റുള്ളൂ. അന്നർഷം അല്ലെങ്കിലും മഖ, മൂല 2 പറ്റും. പിന്നെയോ സിതേക്ഷണം മുമ്പ് ശുക്രദൃഷ്ടി പറ്റില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ അഷ്ടാശീതമാംശകം പരിഹരെ ഉൾക്കോർവി ചരണോപരാഗോളിക ഷഷ്ടാക്ഷമാന്ത്യം ദശദിഷ്ടാരൂഢ രാശി സിതദൃക് ശുക്രദൃഷ്ടിയുള്ളത് പറ്റില്ലാന്നുണ്ട്. പക്ഷെ ഈ സേകത്തിന് ശുക്രദൃഷ്ടി സാരില്ല. മഖാസുരാന്നർക്ഷ സിതേക്ഷണം സത് മുമ്പ് പറഞ്ഞ വിധിന്റെ അപവാദ വിധിയാണ്. ശുക്രദൃഷ്ടി പറ്റില്ലാന്ന് മെയിൻ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സേകത്തിന് എന്ത് സാരില്ല, സിതേക്ഷണം ഒഴിവാക്കണ്ട, എടുക്കാം. മഖാസുരാന്നർക്ഷ സിതേക്ഷണം സത് നസ്ത്രീ ദ്വിജന്മ ത്രിതയാധിമാസത്രയാണി. അധിമാസത്രയങ്ങൾ പറ്റില്ല. ഇപ്പോ സ്ത്രീ രാശി, കന്യകാരാശി പറ്റില്ല. ഇത് ഈ 12 രാശിയിൽ കന്യാരാശി പറ്റില്ല എന്നർത്ഥം. അതുപോലെ തന്നെ കന്യാരാശി വർജിക്കണം. ബാക്കി 11 രാശികളും ഓക്കെ. ദ്വിജന്മത്രതയാധിമാസങ്ങൾ, അതായത് ഈ രണ്ടാളെയും ജന്മം, അനുജന്മം, ത്രിജന്മം 3 എടുക്കാൻ പറ്റാത്ത ജന്മാനുജന്മ ത്രിജന്മങ്ങൾ. അതായത് ഒരാളെ നക്ഷത്രം അശ്വതിയാണെങ്കിൽ അശ്വതി, മകവും, മൂലവും 3 നക്ഷത്രവും തൊട്ടാൻ പറ്റില്ല, സേകത്തിന് പറ്റില്ല. പിന്നെയോ അധിമാസങ്ങൾ, അംഹസ്പതി, അധിമാസം, അംഹസ്പതി, സംസർപ്പം, അധിമാസം. ഇതൊന്നും എന്ത് പറ്റില്ല. ഈ 3 അധിമാസങ്ങൾ മുമ്പ് പറഞ്ഞില്ലേ? അംഹസ്പതി അധിമാസ സംസർപ്പോ ദശധാന്യ ഗുരുസുതയോന്ന് ഷഡ്ദോഷങ്ങൾ പറയുന്നുണ്ട്. ആ അധിമാസങ്ങളൊന്നും എന്ത് പറ്റില്ല, ഈ ഇതിന് നിഷേധത്തിന് പറ്റില്ല. ത്രയാണി രാഗ, രാഗ എന്ന് പറയുന്നത് പൗർണമിക്കാന്ന് രാഗാന്ന് പേര്. പൗർണമി പറ്റില്ല. അപ്പൊ അമാവാസി വരും, അമാവാസി പറ്റില്ല. വ്രതദിനങ്ങൾ ഒന്നും പറ്റില്ല. അതുകൊണ്ട് അതടുത്ത് പറയുന്നത് ഹരിവാസരവും ച രാഗാ ഹരിവാസരവും. ഹരിവാസരം എന്ന് പറയുന്നത് ഇവിടെയാണ് വലിയ എന്താ പറയണ്ടേ, തുമ്പപ്പൂവിൽ വിടർന്നു ഹരിവാസരം എന്ന് പറയുന്ന ഹരിവാസരം ഇവിടെയാണ് കഴിഞ്ഞു പോയത്. ഈ ഹരിവാസരം എന്ന് പറയുന്നത് ഏകാദശിയിലെ അവസാനത്തെ 15, ദ്വാദശിയിലെ ആദ്യത്തെ 15 രണ്ടും കൂടി കൂടിയ കാലാണെന്ന് ഹരിവാസര പുണ്യകാലം എന്ന് പറയും. ഈ ഹരിവാസര പുണ്യകാല വ്രതത്തിൽ വരണം.
ഹരിവാസര പുണ്യകാലം വ്രതത്തിൽ വരണം. അപ്പൊ ആനന്ദപക്ഷം എന്നും ഭൂരിപക്ഷം എന്നും രണ്ട് പക്ഷം ഏകാദശി വരും. ഏകാദശി ഇന്നിപ്പോ സമ്പൂർണ്ണം 60 നാഴിക ഏകാദശി ഉണ്ട്. നാളെ രാവിലെ ഇന്നലെ രാവിലെ ഉദയത്തിന് ഇന്ന് രാവിലെ ഉദയത്തിന് ലേശം ദശമി ഇങ്ങനെ തൊട്ടുപോയി. ദശമി സ്പർശം ഉദയത്തിന് വന്നാൽ എന്ത് പറ്റില്ല, അന്ന് ഏകാദശി മുഴുവൻ ഉണ്ടെങ്കിലും ഏകാദശി ആചരിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം ആവില്ല, ഉദയത്തിന് ദശമി സ്പർശം വന്നാൽ അന്ന് എന്ത് പറ്റില്ല, അനങ്ങാനാവില്ല. അപ്പോ എന്തായി, ഏകാദശിയുടെ അവസാനം വ്രതത്ത് കിട്ടും. ദ്വാദശിയിൽ ആദ്യത്തെ പേജ് വ്രതത്തിൽ പെടില്ലല്ലോ. രാവിലെ എണീച്ചിട്ട് ഇഡ്ലി ദോശയിൽ തിന്നാൻ തുടങ്ങില്ല ഇവൻ. അപ്പോ അത് പറ്റില്ല. അപ്പോ ദ്വാദശിയിൽ ആദ്യത്തെ 15 കൂടി കിട്ടണം. അങ്ങനെ കിട്ടേണ്ടി വന്നാലേ ആനന്ദപക്ഷം എന്നാ പറയാ. അപ്പൊ എന്തായി, അരുണോദയത്തിന് നമ്മുടെ പക്ഷമാണ്. അരുണോദയത്തിന് എന്ത് പറ്റില്ല, അരുണോദയത്തിന് 7.5 നാഴിക വെളുപ്പ്. അപ്പോ അരുണോദയത്തിന് ദശമി സ്പർശം ഉണ്ടെങ്കിലും അന്ന് ഏകാദശി എടുക്കില്ല. അന്ന് നമ്മള് ഏകാദശിയാണെങ്കിൽ ഏകാദശി ഇല്ല. അന്ന് ദ്വാദശി മുഴുവൻ എന്താവും, ഏകാദശിയാവും. എന്ത് ചെയ്യും? അതെ, അന്ന് ഏകാദശി ഉണ്ട്, ഫുള്ളുണ്ട്, അന്ന് നമുക്ക് ഉള്ളനെ കഴിക്കാം. പിറ്റേ ദിവസം ദ്വാദശിക്ക് അത് പറഞ്ഞല്ലേ ഇത് ചെയ്യാനാവും. അപ്പൊ ദ്വാദശി ഏകാദശിയായിട്ട് ആചരിക്കേണ്ട പ്രശ്നങ്ങള് ധാരാളം വരും. ഏകാദശി രാവിലെ 6-7 നാഴിക ഉണ്ടാവുള്ളൂ, പിന്നെ മുഴുവൻ ദ്വാദശിയായിരിക്കും. പക്ഷെ എന്താണ്, ഏകാദശി തലേന്ന് ഇഷ്ടം പോലെ ചോറും തിരക്കെല്ലാം കൂട്ടിയിട്ട് വിസ്തരിച്ച് അടിക്ക് മാറിയും. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദ്വാദശിക്ക് മുഴുവൻ വ്രതവും, പിറ്റേ ദിവസം ത്രയോദശിക്ക് പാരണേ. അപ്പോ രണ്ട് പക്ഷം, ഭൂരിപക്ഷം എന്നും ആനന്ദപക്ഷം എന്നും. ഭൂരിപക്ഷക്കാർക്ക് എന്തേ വേണ്ടു, ഏകാദശിയെ വേണ്ടു. ദ്വാദശി ഊണ് കഴിച്ചാൽ പാരണക്കാണ് അവർക്ക് പ്രധാനം, മറ്റേ ഈ വ്രതത്തിലല്ല. ഇപ്പുറത്തെ മാധവപക്ഷം നമ്മുടെ പക്ഷം, അതായത് വൈഷ്ണവ പക്ഷം വെച്ചാൽ വൈഷ്ണവത്തിനാണ് ഏകാദശി. അതുകൊണ്ട് ഞാനുള്ള വൈഷ്ണവ പക്ഷക്കാരനാണ്. സത്യം പറയാനുള്ള ഏകാദശി എന്ന് പറയുന്നത് വൈഷ്ണവത്തിലുള്ളതാണ്. അതുകൊണ്ട് വൈഷ്ണവപക്ഷം ആചരിക്കുന്നതാണ് ശ്രേഷ്ഠം. അപ്പൊ ഈ അരുണോദയത്തിന് ആനന്ദപക്ഷം ഏകാദശി, മാധവൻ വൈഷ്ണവൻ നമ്മളെ പോലത്തെ കേരളീയ നമ്പൂതിരിമാർ ആചരിക്കുന്ന ഏകാദശി ആനന്ദപക്ഷം എന്ന് പറയും. അതായത് അരുണോദയത്തിന് ദശമി സ്പർശം ഉണ്ടെങ്കിൽ അന്ന് ഏകാദശി മുഴുവൻ ഉണ്ടായാലും നമ്മൾ ഏകാദശി ആചരിക്കില്ല, പിറ്റേ ദിവസം ആചരിക്കുന്നതായിരിക്കും. അതാണ് ആനന്ദപക്ഷ ഏകാദശി. ഉദയത്തിന് ദശമി സ്പർശം ഉണ്ടെങ്കിൽ അന്ന് ആയിരിക്കും, നമുക്കും പറ്റില്ല. അത് ഭൂരിപക്ഷം ഏകാദശി. ഭൂരിപക്ഷായാലും ആനന്ദപക്ഷായാലും ഏകാദശി കേരളത്തിൽ ആനന്ദപക്ഷാണ് ആചാരത്തിലുള്ളത്. സദാചാരത്തിലുള്ളത് ആനന്ദപക്ഷമാണ്. ആനന്ദപക്ഷത്തിന് ഞാൻ കൈ കൊടുക്കുന്നു. എന്തുകൊണ്ട്? ആനന്ദപക്ഷം വൈഷ്ണവമാണ്. ഭാഗവതം, അതുപോലെ തന്നെ ഹരിവംശം, അതുപോലെ തന്നെ വിഷ്ണു പുരാണം, ദുർവാസാവിന്റെ കഥ, അങ്ങനെ മുഴുവൻ പറയുന്നത് എന്താണ്, ഹരിവാസരം എന്ത് വേണം, വ്രതത്തന്നെ പെടണം. ദ്വാദശിയിൽ ആദ്യത്തെ 15 നാഴിക കൂടെ വെള്ളം കുടിക്കാൻ തന്നെ പറ്റിക്കണം. എന്നുവെച്ചാൽ ഏകാദശിക്ക് തന്നെ നിർജ്ജല ഏകാദശി, അതായത് യുധിഷ്ഠിരൻ, വിതുരൻ ഇങ്ങനെയുള്ള മഹാന്മാര് അനുഷ്ഠിച്ച ഏകാദശി എന്താണ്, അതാണ് സൂപ്പർ ഏകാദശി. നിർജ്ജലം, അതായത് വെള്ളം എന്ന് പറഞ്ഞാൽ എച്ചില് വരെ ഉള്ളിലേക്ക് പോവാത്ത ഏകാദശി നിർജ്ജല ഏകാദശി എന്ന് പറയും. അപ്പോ നമ്മളെ ഇയാള് അർജുനൻ പറഞ്ഞു, ഈ അമ്പും വില്ലും മേലെടുത്ത് കഷ്ടപ്പെടണ്ടേ, അപ്പൊ നമുക്ക് ചെറിയൊരു എക്സംഷൻ വേണം, അതായത് ജ്യൂസ് കുടിക്കാം. അതെ, ജ്യൂസ് ഏകാദശി, അതായത് സജല ഏകാദശി. അപ്പൊ ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, സാത്തുകുടി ജ്യൂസ്, മുന്തിരിക്ക ജ്യൂസ്, ഏത് ജ്യൂസ് വേണമെങ്കിലും വിസ്തരിച്ച് കഴിക്കാം. അതുകൊണ്ട് അങ്ങനെ ഒരു അവരെന്നൊക്കെ വെള്ളം ഏത് വേണമെങ്കിൽ ആവാം, അതിന്റെ കഷ്ണായാലേ അവസരമുള്ളൂ. അങ്ങനെ കുറെ ഏകാദശിക്കാര് അർജുനപക്ഷം എന്നെല്ലാം കണ്ടു. പിന്നെ അടുത്ത നകുലനും സഹദേവനും എന്താക്കിയെന്ന് വെച്ചാൽ അവർ പറഞ്ഞു, ഈ ജലം കളഞ്ഞത് നിർജ്ജല ഏകാദശി തന്നെ പറയുന്നത്. വറുത്തിലേതാ, ചെറുപയറായാലോ മറ്റേ മുതിരയായാലോ തോരയായാലോ വറുത്തിരിക്ക് എടുത്താൽ മതി. വറുത്തെടുത്ത് പൊടിച്ചിട്ട് വെല്ലോ എല്ലാം കൂട്ടി അടിച്ചു വിടാം. അങ്ങനെ അത് അങ്ങനെയുള്ള സാധനം സത്തു അവലടക്കം ആവാന്നാ പറയുന്നത്. അതിൽ വെള്ളം പറ്റില്ലല്ലോ, അങ്ങനെയുള്ളതെല്ലാം ആവാം. മറ്റൊരു പക്ഷെ ഭീമൻ ഞാനും എല്ലാം കൂടി നമ്മൾ കഴിച്ചു. നമുക്ക് അത് ചോറൊന്നുമില്ല, ബാക്കിയൊക്കെ ആവാം. ചോറൊഴിച്ച് ബാക്കി എല്ലാം പറ്റും. അന്നം വേണ്ട, ചപ്പാത്തി, പൊറോട്ട, ഗോപി മഞ്ചൂരിയൻ, അന്നാണ് വിസ്തരിച്ചിട്ട് പരിപാടികൾ. എന്നുവെച്ചാല് റവ കിച്ചടി, റവ റോസ്റ്റ് ദോശ അതെല്ലാം നന്നാണ്. ഏകാദശിയായിരുന്നു അത് വിശേഷമായിട്ടില്ല. ഈ പറഞ്ഞ ഏകാദശി ആവാനല്ലോ മറ്റന്നാളാണ്. അപ്പോ ഏകാദശി നമ്മൾ ഗംഭീരമായിട്ട് കൊണ്ടാടും. അത് ഭീമപക്ഷം ഏകാദശി എന്ന് പറയും. ശാല്യന്നം ഒഴിവാക്കി, അന്നം ഒഴിവാക്കി. എല്ലാ ഏകാദശി എടുക്കാം, ഏത് ഏകാദശിക്ക് എന്തില്ല. ഏകാദശി ഏതെടുത്താലും വൈകുണ്ഠത്തിലേക്ക് അയാൾ ടിക്കറ്റ് തരുന്ന പറഞ്ഞേ ആര്, നമ്മളെ വിഷ്ണു ഭഗവാൻ. അത് വിതുരനും മറ്റേ യുധിഷ്ഠിനും കൊടുക്കുന്ന ടിക്കറ്റിനാണ് ഭീമന്റെ പോലത്തെ ആൾക്കാർ കൊടുക്കുന്ന പറഞ്ഞ. അതുകൊണ്ട് നമ്മൾ നാരായണ നമ്മൾ എന്ത് ചെയ്യുന്നു, ചോറുണ്ടെന്നില്ല, അന്നാഹാരം ഒഴികെ ബാക്കിയെല്ലാം ആവാം. ഉരുളക്കിഴങ്ങ് ബജ്ജി ആവാം, ഉരുളക്കിഴങ്ങ് ബോണ്ട ആവാം, അതിനൊന്നും കുഴപ്പമില്ല. അന്നാഹാരം എടുക്കാം. അപ്പൊ കൊള്ളിക്കിഴങ്ങ് കടലിൽ കൂട്ടി വേവിച്ചിട്ടും ആവാം, അതിനൊന്നും കുഴപ്പമില്ല. ഇതില്ല അന്നം വേണ്ടാന്ന് മാത്രമേ ഭീമൻ പറയുന്നുള്ളൂ. അത് ഭീമന്റെ ഏകാദശിയാണ് നമ്മളെ പുറത്ത് സാധുക്കള് എടുക്കുന്ന ഏകാദശി. അപ്പോ നിർജ്ജല ഏകാദശി, ഫലം ഏകാദശി ഉണ്ട് ഒരു വിഭാഗക്കാരൻ. എന്നുവെച്ചാല്
സൂര്യന്റെ താപത്തിൽ വന്നിട്ടുള്ള സാധനങ്ങൾ, പഴങ്ങൾ കഴിച്ചിട്ട് ഏകാദശിക്കാർ അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അതും ശാസ്ത്രസമ്മതാണ്. ഈ തൈലം ഇതുപോലെ സക്തൂപക്വം, അതുപോലെ തന്നെ ജലപക്വം, ഫലപക്വം, അതുപോലെ തന്നെ നിർജ്ജലം, നമ്മളെ പോലത്തെ ശാല്യവർജ്യം, അങ്ങനെ കുറെ ഏകാദശി പക്ഷങ്ങൾ ഇഷ്ടംപോലെ വ്രതരാജൻ എന്ന ഗ്രന്ഥങ്ങളിൽ ഇഷ്ടംപോലെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സൗകര്യം. ചില മനുഷ്യന്മാരുണ്ടാക്കുന്നതാണല്ലോ, നമുക്ക് ഫ്ലെക്സിബിൾ ആണല്ലോ. എല്ലാ ദൈവങ്ങളും ഫ്ലെക്സിബിൾ ആണ്. അപ്പോ അതിങ്ങനെ കഠിന വ്രതം ഒന്നും ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് പല്ലൊലിച്ച് രാവിലെ ആയിട്ട് വേണ്ട ചായ കുടിക്കാൻ കഷ്ടപ്പെടുവൊന്നും വേണ്ടാന്ന് വൈകുണ്ഠത്തിൽ നിന്ന് ചെറിയൊരു ഓർഡർ മേടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്ന ഒരു സൗകര്യം കയ്യിലുണ്ട്. അപ്പോ ഈ ഹരിവാസരം എന്ന് പറയുന്ന സാധനത്തിൽ വ്രതം പട്ടിരിക്കണം എന്നർത്ഥം. ഏകാദശിയുടെ അന്ത്യം, ദ്വാദശിയുടെ ആദ്യം, അങ്ങനെ വന്നാല് എന്തായി, ആ ഹരിവാസര കാലം വ്രതകാലം വരുന്ന സമയത്തൊന്നും പറ്റില്ല, നിഷേകം പറ്റില്ല. ത്രയാളി രാഗ പൗർണമി പറ്റില്ല, പൗർണമി അമാവാസ്യ പറ്റില്ല. രാഗാ ഹരിവാസരൗ ച സേകം ചതുർത്ഥാം നിശിതോത്തരസ്യാം. ഇതൊക്കെ സമ്പ്രദായത്തെ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊന്നും ഇന്നത്തെ കാലത്ത് ആരും ഉപയോഗിക്കുന്നില്ല. മഹാസുരാന്നർക്ഷിതേക്ഷണം സത് വസ്ത്രീ ദ്വിജന്മ തൃതയാധിമാസ ത്രയാണി രാഗാ ഹരിവാസരൗ ച. ആയിക്കോട്ടെ, അടുത്ത ആഴ്ച കാണാം. ശരി. എന്താ